ന്റെ ചോദ്യങ്ങൾ ഈ ദക്ഷന്റെ പുത്രിമാരിൽ നിന്നാണ് ഭൂമിയിൽ നിന്നല്ല ദേവന്മാരും മനുഷ്യരും അസുരന്മാരും മറ്റ് പക്ഷി മൃഗാദി ജീവജാലങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് കേട്ടിട്ടുള്ളത്. ആ ദക്ഷന്റെ വംശത്തെക്കുറിച്ച് പറഞ്ഞു തരണം എന്നാണ് ആവശ്യം. അപ്പോൾ നമ്മൾ നേരത്തെ കേട്ടു, പ്രജയസുക്കളുടെ പുത്രനായി പണ്ടത്തെ ദക്ഷൻ ആ യാഗമൊക്കെ ചെയ്ത് ആടിന്റെ തല വെച്ച് ജീവിക്കേണ്ടി വന്ന ദക്ഷൻ പുനർജനിച്ചു എന്ന് കേട്ടു. പ്രജയസുക്കൾക്ക് മാരിഷയിൽ ഉണ്ടായ പുത്രനാണ് ദക്ഷൻ. അപ്പോൾ ആ ദക്ഷനാണ് പിന്നീട് രാജ്യം ഭരിച്ചത് എന്ന് കേട്ടു. ആ ദക്ഷൻ തപസ് ചെയ്തു ഭഗവാനെ. ഹംസഗുഹ്യം എന്നൊരു ദിവ്യ മന്ത്രം ജപിച്ചുകൊണ്ടാണ് അദ്ദേഹം തപസ് ചെയ്തത്. ഭഗവാൻ ദീർഘകാലത്തെ തപസ്സിനൊടുവിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ അനുഗ്രഹിച്ചു. മാനസികമായിട്ടും മൈഥുനമായിട്ടും അദ്ദേഹത്തിന് സൃഷ്ടി ചെയ്യാനുള്ള കഴിവ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായി എന്ന് മാത്രമല്ല, പഞ്ചജനന്റെ പുത്രിയായിട്ടുള്ള അസിഗ്നിയെ വിവാഹം കഴിക്കാൻ ഭഗവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വലിയ വരം നേടിയ ദക്ഷൻ അസിഗ്നിയെ വിവാഹം കഴിച്ച് അങ്ങനെ സൃഷ്ടി ചെയ്യാണ്. ആദ്യം അദ്ദേഹം 10,000 പുത്രന്മാരെ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു. അവർക്ക് ഹര്യശ്വന്മാർ എന്ന് പേര്, ഒറ്റ പേരേ ഉള്ളൂ. 10,000 പേർക്ക് ഓരോരോ പേരിട്ട് എന്നാ കഴിയുക. അപ്പൊ ഹര്യശ്വന്മാർ അവര് കുറച്ചൊന്ന് വലുതായപ്പോൾ അവരോട് പറഞ്ഞു, തപസ് ചെയ്ത് നല്ല തപോബലം നേടി വരണം. അങ്ങനെ അവർ തപസ് ചെയ്യാൻ പറഞ്ഞയച്ചു. അവർ തപസ് ചെയ്യാനായിട്ട് പോയപ്പോൾ നാരദ മഹർഷി അവരെ കണ്ടു. നാരദ മഹർഷി അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. 5-10 ചോദ്യങ്ങളാണ്. വാചകൂടം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ചോദ്യങ്ങൾ ബുദ്ധിമാന്മാരായിട്ടുള്ള ഈ ഹര്യശ്വന്മാർക്ക് ചിന്തിക്കാൻ പ്രചോദനം നൽകി. അപ്പൊ അവർക്ക് മനസ്സിലായി, നാരദ മഹർഷി പറയണത് ജീവിതത്തിന്റെ ലക്ഷ്യം തപോബലം നേടി തിരിച്ചുപോയി പല ഭോഗങ്ങൾ അനുഭവിക്കുകയോ രാജ്യം ഭരിക്കുകയോ ഒന്നുമല്ല. ജീവിതത്തിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം മോക്ഷം നേടലാണ്, ഭഗവാനെ കാണലാണ് ലക്ഷ്യം എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് അവർ തപസ് ചെയ്ത് തിരിച്ച് പോയൊന്നുമില്ല, നേരെ മുക്തിപദത്തിലേക്ക് എത്തിച്ചേർന്നു. ദക്ഷന്റെ ആവശ്യം ഇവര് തപോബലം നേടി തിരിച്ചു വന്ന് അദ്ദേഹത്തെ സഹായിക്കണം, സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടണം, ഇതൊക്കെയായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ദക്ഷൻ വീണ്ടും 1000 പുത്രന്മാരെ സൃഷ്ടിച്ചു. അങ്ങനെയാണല്ലോ നമ്മൾ ഈ കുറച്ച് പരാജയപ്പെടുമ്പോൾ പിന്നെ ചെറിയ കുറച്ച് ചുരുക്കും. നമ്മൾ സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് കൂട്ടാം ബിസിനസ് എന്നുള്ള രീതിയിൽ 1000 പുത്രന്മാര്, ശബളാശ്വന്മാർ എന്നവർക്ക് പേര്. അവരെയും തപസ് ചെയ്യാൻ അയച്ചു. അവരെയും നാരദ മഹർഷി മുൻപത്തെ പോലെ ഉപദേശിച്ച് മുക്തിപദത്തിലേക്ക് നയിച്ചു. ഇത്രയായപ്പോൾ ദക്ഷന് സഹിക്കാൻ കഴിഞ്ഞില്ല. ദക്ഷന് ഇത് മനസ്സിലാക്കി, നാരദ മഹർഷിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരാള ഹസ്തങ്ങൾ നാരദ മഹർഷിയുടേതാണെന്ന് മനസ്സിലാക്കി. അദ്ദേഹം ശപിച്ചു നാരദനെ. ഇദ്ദേഹത്തിന് ഒരാളെ ഉപദേശിക്കണമെങ്കിൽ കുറച്ചു നേരം നിൽക്കണമല്ലോ. എവിടെയും നിൽക്കക്കള്ളി ഇല്ലാത്ത ആവട്ടെ, എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ട് അങ്ങനെ ആവട്ടെ എന്ന് ശപിച്ചു. നാരദനെ ഒന്നുകൂടി സന്തോഷമായി. ഇനിയിപ്പോ ആ പേരിൽ ഇങ്ങനെ ആൾക്കാരോട് അധികം നേരം സംസാരിക്കാണ്ട് പോവാലോ. പിന്നെ അദ്ദേഹം പിന്നെ ചിലപ്പോ ഉപദേശിച്ചിട്ടുണ്ടാവും ആൾക്കാരെ, പക്ഷെ അത് നടന്നുകൊണ്ടായിരുന്നു. അത് കാരണം കുഴപ്പമുണ്ടാകും. ഏതായാലും ഇത്രയായി. ദക്ഷൻ വിചാരിച്ചു ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല, പെൺകുട്ടികളെ ആക്കാം. അപ്പൊ പിന്നെ ഈ വക ആൾക്കാരൊന്നും അടുത്തു വരില്ല. അങ്ങനെയാണ് അദ്ദേഹം 60 പുത്രിമാരെ ജനിപ്പിച്ചു. അവര് തപസ് ചെയ്യാനൊന്നും വിട്ടില്ല. ഞാൻ അവര് വളർന്ന് വലുതായി മിടുക്കികളായി വിവാഹപ്രായമായി. 60 പേരെ ഒക്കെ അന്വേഷിച്ച് വിവാഹം നടത്തണമെങ്കിൽ ഇപ്പൊ സമയമെടുക്കും. ഒരേ പ്രായമാണ്. അപ്പൊ അദ്ദേഹം ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒക്കെ കൊടുക്കുന്നു ബോർഡ് വെച്ചു. അപ്പൊ ചന്ദ്രനാണ് ആദ്യം വന്നത്. അദ്ദേഹം സെലക്ട് ചെയ്ത് 27 പേരെ എടുത്തു. അദ്ദേഹം പേരൊന്നും ചോദിച്ചില്ല, പേരൊക്കെ ചോദിച്ചു. 27 പേരുണ്ട്.
അദ്ദേഹം സെലക്ട് ചെയ്തപ്പോൾ ഇഷ്ടമായ 27 പേരെ എടുത്തു. അവിടെ നിന്ന് പേര് ചോദിച്ചപ്പോ ആദ്യത്തെ ആള് പറഞ്ഞു ഭരണി. ഭരണി അങ്ങനൊരു പേര്. പിന്നെ അങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെട്ടപ്പോ അശ്വതി തൊട്ട് രേവതി വരെയുള്ളവരുണ്ട്. പിന്നെ ഈ 2 ചിലർക്ക് 4 കശ്യപന് 13 ഇങ്ങനെയൊക്കെ കൊടുത്തു. അതില് ചന്ദ്രന് മാത്രം പുത്രന്മാരുണ്ടായില്ല. അപ്പൊ പിന്നെ ആ വംശം ഒന്നും പറയാനില്ല. ബാക്കി ഉള്ളവർക്ക് പുത്രന്മാരൊക്കെ ഉണ്ടായി. അതിന്റെ കഥയൊക്കെ പറയുന്നുണ്ട്. ഈ കശ്യപന്റെ 13 പത്നിമാരിൽ 13 തരത്തിലുള്ള പുത്രന്മാരുണ്ടായിരുന്നു. പരസ്പര ശത്രുക്കളൊക്കെ ആയിരുന്നു. അസുരന്മാര്, ദേവന്മാര്, ഇതൊക്കെ കശ്യപന്റെ പുത്രന്മാരാണ്. അതുപോലെ ഗരുഡ, പക്ഷികള്, നാഗങ്ങള്, പരസ്പരം ശത്രുക്കളായിട്ടുള്ള പുത്രന്മാരൊക്കെയാണ്. അങ്ങനെ ഈ ദേവാസുരന്മാരുടെ കഥ പറയുമ്പോഴാണ് ഒരിക്കൽ ദേവേന്ദ്രന് ഒരു അബദ്ധം പറ്റി. ഇടയ്ക്കിടയ്ക്ക് പറ്റും, തവണയും പറ്റി. തവണ എന്താ, അദ്ദേഹം ഗുരുനാഥനെ നിന്ദിച്ചു. ബൃഹസ്പതിയെ അറിയാതെ നിന്ദിച്ചു. അറിയാതെ എന്ന് പറയാൻ പറ്റില്ല, അറിയാത്ത പോലെ അഭിനയിച്ചു എന്നുള്ളതാണ് നിന്ദ. അദ്ദേഹം ഇങ്ങനെ സദസ്സിൽ രംഭ, മേനക അങ്ങനെ തുടങ്ങിയിട്ടുള്ളവർ ഡാൻസ് കണ്ട് ഇങ്ങനെ സുഖിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗുരുനാഥൻ കയറി വന്നത്, ബൃഹസ്പതി. അപ്പൊ അദ്ദേഹം ഗുരുനാഥനെ ഇപ്പൊ വന്ദിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണല്ലോ, ഇത് നല്ല ഹരം പിടിച്ചിരിക്കുക. അപ്പോ അദ്ദേഹം കണ്ടില്ല എന്ന് അടിച്ചു. കണ്ടാലല്ലേ വേണ്ടു. അപ്പോ കണ്ടില്ല എന്ന് അടിച്ചു. ബൃഹസ്പതിക്ക് സൂക്കേട് മനസ്സിലായി. അദ്ദേഹം ഒന്നും പറയാതെ പതുക്കെ പോയി. ഡാൻസൊക്കെ കഴിഞ്ഞ് ഇന്ദ്രൻ അന്വേഷിച്ചപ്പോൾ ഗുരുനാഥനെ കാണാനില്ല. സ്വർഗം മുഴുവൻ നോക്കി, കാണാനില്ല. ഭൂമിയിൽ നോക്കി, സകല ദിക്കിലും നോക്കി, കാണാനില്ല. പരിഭ്രമായി. ഈ തുരുത്തല്ലിങ്ങനത്തെ പ്രശ്നം ഇന്ദ്രന് ധാരാളം അറിയാം. എന്നല്ല, അസുരന്മാർക്ക് ഇത് സൂചന കിട്ടി. അസുരന്മാര് ബലിയുടെ നേതൃത്വത്തിൽ അതിവേഗത്തിൽ ഇന്ദ്രനെയൊക്കെ തോൽപ്പിച്ച് സ്വർഗം കീഴടക്കി. ഇന്ദ്രനും ദേവന്മാരും ഞൊടിയിടയിൽ വഴിയാധാരമായി. ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു പ്രാർത്ഥിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, ഇനിയിപ്പോ ഒരു രക്ഷയുള്ളൂ. ഏതായാലും ബൃഹസ്പതിയെ തൽക്കാലം നോക്കണ്ട, അദ്ദേഹത്തിന് നല്ല പടക്കണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഒരു കാര്യം ചെയ്യൂ, വിശ്വരൂപനെ ഗുരുനാഥനായിട്ട് വരും. അപ്പൊ ഇന്ദ്രന് അത്ര സമ്മതമില്ല, ഇന്ദ്രന് അത്ര ഇഷ്ടമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, വിശ്വരൂപൻ ത്വഷ്ടാവിന്റെ മകനാണ്. ത്വഷ്ടാവ് ദേവനാണെങ്കിലും വിശ്വരൂപന്റെ അമ്മ അസുരസ്ത്രീയ, രചന എന്ന പേര്. അങ്ങനൊരു വിവാഹം, അതായത് ത്വഷ്ടാവ് എന്ന ദേവൻ രചന എന്ന അസുര സ്ത്രീയെ പ്രേമിച്ച് കല്യാണം കഴിച്ച്, അതൊക്കെ അന്നത്തെ ഒരു കോളിലൊക്കെ ആയിരുന്നു. അപ്പൊ ത്വഷ്ടാവിനെ പുറത്താക്കിയിട്ടുണ്ട് അവര്. അങ്ങനെ ഒരാളുടെ മകനെ ഗുരുനാഥനായിട്ട് വരിക്കണം എന്നാണ്. പക്ഷെ നിവൃത്തിയില്ല. അങ്ങനെ വിശ്വരൂപന്റെ അടുത്ത് എന്ന് അഭ്യർത്ഥിച്ചു. വിശ്വരൂപം പറഞ്ഞു, വിശ്വരൂപം ഇതൊന്നും ആലോചിച്ചിട്ടില്ല. വിശ്വരൂപം പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, ഈ പൗരോഹിത്യം എന്നുള്ളത് ഒരു സുഖമില്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. അല്ല, അങ്ങ് മാത്രമേ ഉള്ളൂ, വേറൊരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ശരി, അങ്ങനെയാണ് വിശ്വരൂപൻ സമ്മതിച്ചത്. അങ്ങനെ ഈ ദേവന്മാർക്ക് ഐശ്വര്യം വീണ്ടും കിട്ടാൻ വേണ്ടി, അവരുടെ സർവരക്ഷയ്ക്കും വേണ്ടി വിശ്വരൂപൻ ഉപദേശിച്ച മന്ത്രമാണ് എന്ത്, നാരായണ കവചം എന്ന മന്ത്രം. അങ്ങനെ നാരായണ കവചമൊക്കെ ഉപാസിച്ച് ദേവന്മാർക്ക് യോഗ്യതയൊക്കെ തിരിച്ചു കിട്ടി. യഥാഹി ഭഗവാനേവ വസ്തുത സദസച്ചയൽ സത്യേനാനേന നസ്സർവേ യാന്തു നാശമുപദ്രവാ. ഇതൊക്കെയാണ് ആ മന്ത്രത്തിന്റെ അവസാനത്തിൽ പറയുന്നത്. സകലത്ര നിറഞ്ഞു നിൽക്കുന്ന വസ്തു, എല്ലാ രൂപങ്ങളിലും നാമരൂപങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വസ്തു ഭഗവാനാണ് എന്ന് ശാസ്ത്രം പറയുന്നു. ഈ ശാസ്ത്ര സത്യത്താൽ സത്യേനാനേന ന സർവേ യാന്തു നാശം ഉപദ്രവാഹ, ഈ സത്യം കൊണ്ട് തന്നെ, ഈ സത്യത്താൽ തന്നെ ഞങ്ങൾ എല്ലാ നാശത്തിൽ, എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേടട്ടെ എന്നാണ് അവസാനത്തെ ആ വിശ്വരൂപന്റെ ഈ നാരായണ കവചത്തിന്റെ അവസാനത്തിൽ പറയുന്നത്. അപ്പൊ എല്ലായിടത്തും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സകലത്ര ഈശ്വരനാണ്, ഈശ്വരനാണ്, ഈശ്വരനാണ്.
നാമരൂപങ്ങൾ മിഥ്യയാണ്. ഇവിടെയും അത് പറയുന്നു. അങ്ങനെ ദേവന്മാർക്ക് ഐശ്വര്യമൊക്കെ തിരിച്ചു കിട്ടി, സ്വർഗമൊക്കെ തിരിച്ചു കിട്ടി. അപ്പൊ ദേവേന്ദ്രന് വിശ്വരൂപന്റെ, അങ്ങനെയാണല്ലോ, കുറച്ച് യോഗ്യതയൊക്കെ നമുക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഗുരുനാഥന്റെ യോഗ്യത അളക്കാൻ പോയി. അപ്പോ വിശ്വരൂപന്റെ നടത്തം ശരിയല്ല, അയാൾ ചെയ്യണത് ശരിയല്ല, അയാൾ മന്ത്രം ജപിക്കുന്നുണ്ടോ, ഉറക്കം ജപിക്കുന്നുണ്ടോ, അത് അയാൾ കവളിക്കുന്നുണ്ടോ എന്നൊക്കെയായി. അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോ വിശ്വരൂപൻ എന്തോ പരിചയമില്ലാത്ത മന്ത്രം നോക്കിയപ്പോഴാണ് അസുരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഹോമം ചെയ്യണം. ഇന്ദ്രായ സ്വാഹ എന്ന് പറയണതിന്റെ ഒപ്പം തന്നെ ഏതോ അസുരന്മാരുടെയൊക്കെ മഹാബലിക്കായിട്ട്, അല്ലെങ്കിൽ വേറെ നമുജയെ സ്വാഹ എന്നൊക്കെ പറഞ്ഞു. ഇന്ദ്രന് ദേഷ്യം വന്നു. ഇന്ദ്രൻ വജ്രായുധോടത്ത് രണ്ടാമതൊന്നും ആലോചിച്ചില്ല, ഒറ്റ വെട്ട്, 3 തലയാണ് വിശ്വരൂപന്. ത്രിശിരസ് എന്നൊരു പേരുണ്ട്. ഈ 3 തല 3 പക്ഷികളായിട്ട് പറന്നുപോയി എന്നൊക്കെ പറയും. വിശ്വരൂപന് അച്ഛന്റെ ആൾക്കാരും അമ്മയുടെ ആൾക്കാരൊക്കെ ഒരുപോലെ. അതുകൊണ്ടാണ് വിശ്വരൂപൻ അസുരന്മാർക്കും ദേവന്മാർക്കും നന്മ വരണം എന്ന് വിചാരിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ഈ വിശ്വരൂപനെ വധിച്ചപ്പോൾ ഇന്ദ്രന് ബ്രഹ്മഹത്യാ പാപം പിടികൂടി. ഗുരുഹത്യ, ബ്രഹ്മഹത്യ. ബ്രഹ്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് ഉപായം എന്നൊക്കെ ചോദിച്ചപ്പോൾ ജ്ഞാനികൾ പറഞ്ഞു കൊടുത്തു, 4 വിഭജിക്കുക, എന്നിട്ട് 4 പേർക്ക് അതങ്ങോട്ട് കൊടുക്കുക. അവർക്ക് കുറച്ച് അനുഗ്രഹങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ 4 കൂട്ടർ മേടിച്ചോളും എന്ന് പറഞ്ഞു. അങ്ങനെ 4 നല്ല ബ്രഹ്മഹത്യയെ 4 പകത്ത് 4 നല്ല വർണ്ണ കടലാസൊക്കെ ഇട്ട് പൊതിഞ്ഞ് അട്രാക്റ്റീവാക്കി. അങ്ങനെ അദ്ദേഹം ഇതെടുത്തു കഴിഞ്ഞാൽ, ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ഉണ്ട്, ഫ്രീ എന്ന് വെച്ചു. അപ്പോ 4 കൂട്ടർ വന്നു. അത്രേ ഭൂമി വന്നു, സ്വീകരിച്ചു ബ്രഹ്മഹത്യയെ. ഭൂമിക്ക് കുറച്ച് അനുഗ്രഹം കൊടുത്തു. വൃക്ഷങ്ങൾ സ്വീകരിച്ചു, ജലം സ്വീകരിച്ചു. ഇവർക്കൊക്കെ ഓരോ അനുഗ്രഹം കൊടുത്തു. അവസാനം സ്ത്രീകൾക്കും കൊടുത്തു. ഇത്രയും ബ്രഹ്മഹത്യയുടെ 4-1 അവരും വന്നു, ഫ്രീ അല്ലേ, മേടിച്ചു. അവർക്ക് കുറച്ച് അനുഗ്രഹങ്ങളും കൊടുത്തു എന്നാണ്. അത് എന്താണ് അനുഗ്രഹം, എന്താണ് ബ്രഹ്മഹത്യയുടെ ഫലം എന്നൊക്കെ പിന്നെ ആലോചിച്ച് അല്ലെങ്കിൽ നോക്കി പഠിച്ചാൽ മതി, ഒരു സമയമില്ല. ഏതായാലും തൽക്കാലം രക്ഷപ്പെട്ടു ഇന്ദ്രൻ. പക്ഷെ ത്വഷ്ടാവിന് സഹിച്ചില്ല, തന്റെ പുത്രനെ ഇന്ദ്രൻ വധിക്കുക ചെയ്തത്. ത്വഷ്ടാവ് യാഗം ചെയ്തു, ഹോമം ചെയ്തു. ഇന്ദ്രശത്രുവർ വിവർദ്ധസ്വ, ഇന്ദ്രന്റെ ശത്രു, ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിന് പുത്രൻ ഉണ്ടാവണം, അതാണ് സങ്കല്പം. മന്ത്രം ചൊല്ലിയപ്പോ സ്വരം പഴച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോ എന്തൊക്കെ സംഭവിക്കണം? ഇപ്പൊ മര്യാദയ്ക്ക് ചെല്ലുന്നവരുണ്ടോ എന്നാണ്. സ്വരം പഴച്ചു എന്നല്ല, അക്ഷരം പഴച്ചു എന്നല്ല, അക്ഷരം പുറപ്പെട്ടില്ല എന്നല്ല, സ്വരം പഴച്ചു. ഇത്രേ ഉള്ളൂ. മന്ത്രത്തിന്റെ അർത്ഥം മാറി. ഇന്ദ്രന് കൊല്ലാൻ പാകത്തിനായി. അങ്ങനെയാണ് വൃത്രാസുരൻ ഉണ്ടാവുന്നത്. അതിഘോരനാണ് കണ്ടാൽ തന്നെ. വൃത്രാസുരൻ ജനിച്ച ഉടനെ അച്ഛനോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? ദേവന്മാരെ വകവരുത്തണം, ഇന്ദ്രനെ വകവരുത്തണം, നിന്റെ സഹോദരനെ കൊന്നവരാണ്. വൃത്രാസുരൻ പുറപ്പെട്ടു. ബാക്കിയുള്ള അസുരന്മാർ വൃത്രാസുരനെ അനുഗമിച്ചു. ദേവന്മാർ പേടിച്ചോടി. കുറെ ആൾക്കാർ പുത്രന്റെ കാലിന് ചവിട്ടിൽപ്പെട്ടു. ഇന്ദ്രനും ദേവന്മാരും ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു പ്രാർത്ഥിച്ചു. ബ്രഹ്മാവ് അവരെ കൂട്ടി ഭഗവാന്റെ അടുത്ത് ചെന്നു. ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, തൽക്കാലം വൃത്രാസുരനെ കൊല്ലണമെങ്കിൽ ഒരേ ഒരു ആയുധമേ ഉള്ളൂ. അത് ദധീചി മഹർഷിയുടെ നട്ടല്ലുകൊണ്ട് വജ്രായുധം ഉണ്ടാക്കണം, അതുകൊണ്ടേ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോ ദധീചി മഹർഷിയോട് ചെന്ന് പറയണം, അങ്ങയുടെ നട്ടല്ലൊന്ന് തരണം. ഇതാണ് ആവശ്യം. പക്ഷെ ഇന്ദ്രനും ദേവന്മാർക്കും സംശയമൊന്നുമില്ല. അവർ ചെന്നു, ദധീചി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. മഹർഷി ചോദിച്ചു, എന്താ വന്നത്? എല്ലാവരും ഉണ്ടല്ലോ. മഹർഷി, ഒരു ഉപകാരം ചെയ്യണം. എന്താ വേണ്ടത്? അങ്ങയുടെ നട്ടെല്ലാം വേണം. മഹർഷി ഭാഗവത്തിൽ പറയാം, മഹർഷി ചോദിച്ചു തിരിച്ചു, നട്ടെല്ല് എന്നാ നമ്മുടെ കഥ കഴിയില്ലേ? ഇത് തന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യമില്ലല്ലോ. അപ്പോ ഇന്ദ്രൻ മറുപടി പറയാണ്, അല്ല, അങ്ങയെ പോലുള്ള മഹാത്മാക്കൾ
മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ, തന്നെ തന്നെ ത്യജിക്കാൻ തയ്യാറുള്ളവരല്ലേ. അതുകൊണ്ട് അങ്ങക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഞങ്ങളെ പോലുള്ളവരാണെന്ന് വെച്ചാൽ അവനവന്റെ സ്വാർത്ഥത്തിന് വേണ്ടി ആരോടും എന്തും ഇറക്കാം എന്നുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് തമ്മിൽ യോജിപ്പുണ്ട്. അതുകൊണ്ട് അങ്ങ് തരൂ. ചേച്ചി മഹർഷി പറഞ്ഞു, ശരി, എനിക്ക് വിരോധമൊന്നുമില്ല, ഞാനൊന്ന് ആ മറുപടി കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഞാനിപ്പോ എനിക്ക് ഈ ശരീരം കൊണ്ട് ഇനി ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോ ഈ ശരീരം ഉപേക്ഷിക്കാം. നിങ്ങൾ നട്ടല്ലോ, ബാക്കി ഓരോ നല്ല ഡിമാൻഡ് ഉണ്ട്. വൃക്ക, അത് ഇത് ചൂടാറുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഹൃദയം എടുക്കാം, ഇത് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ വേണ്ട, അപ്പൊ നട്ടല്ലേ വേണ്ടു എന്ന് പറഞ്ഞു. ഏതായാലും ദധീചി മഹർഷി അങ്ങനെ സമാധിയിൽ ലയിച്ചു, ശരീരം ഉപേക്ഷിച്ചു. വിശ്വകർമാവ് നല്ല വജ്രായുധം ഉണ്ടാക്കി കൊടുത്തു ദധീചി മഹർഷിയുടെ എല്ലുകൊണ്ട്. അതുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അസുരന്മാര് പേടിച്ചോടി. ഇപ്പോ ഇദ്ദേഹം മരണം കണ്ടിട്ട്, ഇന്ദ്രൻ മരണം കണ്ടിട്ട്, ഐരാവതത്തിന്റെ പുറത്തേറിയിട്ടാണ് ഇന്ദ്രൻ പറഞ്ഞത്. അസുരന്മാര് പേടിച്ചോടുക. പേടിച്ചോടുന്ന അസുരന്മാരോട് ഇദ്ദേഹം വിളിച്ചു പറയും, അല്ലയോ അസുരന്മാരെ, എന്തിനാ ഓടുന്നത്? എത്ര ഓടിയാലും മരിക്കേണ്ടത് സമയത്ത് മരിക്കും. അതുകൊണ്ട് രണ്ട് തരത്തിലാണ് മരണം ശ്രേഷ്ഠമായിട്ടുള്ളത്. വൃത്രനാണ് പറയണത്. ഏതൊക്കെ രീതിയിലാണ്? ഏറ്റവും നല്ല രീതിയിലുള്ള മരണം എന്ന് പറഞ്ഞാൽ യോഗികളുടെ മരണമാണ്. താൻ ശരീരമല്ല എന്ന് ഉറപ്പിച്ച് ആ ആത്മാവിൽ തന്നെ തന്നെ താൻ ആത്മാവാണ് എന്ന് ബോധിച്ച് അതിലുറച്ച് തന്റെ പ്രാണങ്ങളെ മുഴുവൻ അടക്കി ശരീരത്തെ ഉപേക്ഷിക്കുന്ന യോഗികളുടേതായിട്ടുള്ള ആ ഒരു മരണം, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അത് പറ്റിയില്ലെങ്കിൽ യുദ്ധത്തിൽ ശത്രുവിന്റെ ആയുധം കൊണ്ട് മരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അല്ലാതെ എവിടെയെങ്കിലും കടന്ന് അറിയിച്ച് ഇങ്ങനെ മരിച്ചിട്ടെന്താ കാര്യം? ഏതായാലും മരിക്കും. എന്നാ പിന്നെ യുദ്ധത്തിൽ സ്വർഗം കിട്ടുമെന്നാണ് പറയണത്. എന്തിനാ ഓടിപ്പോണത്? പക്ഷെ ആരും കേട്ടൊന്നുമില്ല. പേടിച്ചിട്ട് അസുരന്മാർ ഓടി. ഈ ഓടുന്ന അസുരന്മാരുടെ നേരെ ദേവന്മാര് ചെല്ലാണ് അവരുടെ പിന്നാലെ. അപ്പൊ വൃത്രാസുരൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ ഓടിപ്പോകുന്ന ആൾക്കാരുടെ പിന്നാലെ പോയിട്ട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നത്, അവരെ തോൽപ്പിക്കാൻ പുറപ്പെടുന്നത്? അവരെ ഓൾറെഡി തോറ്റു. നിങ്ങൾ എന്തിനാ പിന്നെ അവരുടെ പിന്നാലെ പോണത്? ഞാനിവിടെ ഇല്ലേ, എന്റെ അടുത്ത് യുദ്ധത്തിന് വരൂ എന്നൊക്കെ വിളിച്ചു പറയാണ്. അപ്പൊ ഇന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്തേറി വൃത്രന്റെ മുമ്പിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇന്ദ്രനെ കണ്ടപ്പോ വൃത്രാസുരൻ പറഞ്ഞു, നിന്നെ കാണാൻ വേണ്ടി ഞാൻ നിൽക്കുകയായിരുന്നു. എന്റെ സഹോദരനെ വധിച്ചയാളല്ലേ? എന്റെ സഹോദരൻ നിന്റെ ഗുരുവായിരുന്നു, ബ്രഹ്മജ്ഞാനിയാണ്. നിനക്ക് എല്ലാ തരത്തിലുള്ള പാപമുണ്ട്. ബ്രഹ്മ ഗുരുഹ ഭ്രാതൃഹ, ഒരു നിലയ്ക്ക് നിന്റെ സഹോദരനുമാണ്. അപ്പൊ 3 തരത്തിൽ സഹോദരനെ കൊന്ന പാപം, ബ്രഹ്മഹത്യാപാപം, ഗുരുഹത്യ, ഇതൊക്കെ സമ്പാദിച്ച ആളാണ് നീ. നിന്നെ ഞാൻ കാണാൻ നിൽക്കുക. ഇന്ന് ഞാൻ നിന്റെ കഥ കഴിക്കും. ഇനി അതല്ല, നീ എന്റെ കഥ കഴിക്കുകയാണെങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ല, എന്നായാലും മരിക്കണം. എനിക്കിപ്പോ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇനി നിന്റെ ഇന്ദ്രപദവി, നിന്നെ കൊന്ന അവിടെ പോയി ഇരുന്ന് ഭരിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഞാൻ പണ്ട് സംഘർഷനെ ഭജിച്ച് അറിയേണ്ടതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്തോ കാരണവശാൽ, പ്രാരബ്ധവശാൽ ഇങ്ങനൊരു ശരീരത്തിൽ വന്ന് ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പോകേണ്ട സ്ഥലം എനിക്ക് നല്ല ധാരണയുണ്ട്. അഹം ഹരേ തവ പാദൈക മൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ മനസ്മരേതാസുപതേർഗുണാംസ്തേ കരോതു. വൃത്രാസുരൻ പറയാ, ഭാഗവതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള ഒരു പ്രാർത്ഥനകളിൽ ഒന്നാമത്തെയാണ് വൃത്രാസുരന്റെ പ്രാർത്ഥന എന്ന് തന്നെ പറയാം. വൃത്രാസുരൻ പറയാണ്, എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല ഈ ലോകത്ത്. ഏറ്റവും വലിയ അനുഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഇല്ലാതിരിക്കുകയാണ്. ആഗ്രഹം ഉണ്ടെങ്കിലാണ് പിന്നെ അത് സാധിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇങ്ങനെ ചെയ്ത് ആഗ്രഹമാണ് എല്ലാ അനർത്ഥത്തിനും കാരണം.
എനിക്കാണെങ്കിൽ ഇപ്പൊ ഒരു ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് കിട്ടിയിരിക്കുന്നു. ഇനി ഒരാഗ്രഹം ഉണ്ടോ എന്ന് വെച്ചാൽ അതുണ്ട്. എന്താ? അഹം ഹരേ തവ പാദൈക മൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ മനസ്മരേതാസുപതേർഗുണാംസ്തേ ഗൃണീതവാകർമ്മ കരോതു കായ ന നാഗപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷേ. എന്റെ ആഗ്രഹം നാഗപൃഷ്ഠമല്ല, അതുപോലെ സ്വർഗമല്ല, പാരമേഷ്ഠ്യമല്ല, ബ്രഹ്മാവിന്റെ പദവിയല്ല, സാർവഭൗമം അതുമല്ല, രസാധിപത്യമല്ല. ഇത്തരം പദവികളൊന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് വേണ്ടത് അങ്ങയുടെ ദാസനാവാൻ സാധിക്കണം. അതിന് സാധിച്ചില്ലെങ്കിൽ അങ്ങയുടെ ഒരു ഭക്തന്റെ ദാസനായിട്ടെങ്കിലും, ഇനി അതും സാധിച്ചില്ലെങ്കിൽ ഭക്തന്റെ 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 ദാസനാവാൻ, അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതാണ് എന്റെ ആഗ്രഹം. ആ ആഗ്രഹം ഏതുപോലെയാണ്? അതിതീവ്രമാണ്. ഏതുപോലെയാണ്? ഭഗവത് ഭക്തനാവാനുള്ള, ഭഗവാന്റെ ദാസനാവാനുള്ള ആ വൃത്രാസുരന്റെ ആഗ്രഹം അജാതപക്ഷ ഇവ മാതരം ഖഗാഹ. ചിറകുമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങള് ഭക്ഷണം അന്വേഷിച്ചു പോയ ആ തള്ളപ്പക്ഷിയെ എത്ര ഒരു പെടച്ചലോട് കൂടിയാണ് തങ്ങളുടെ അമ്മ വരുന്നത് നോക്കി ഇങ്ങനെ. ഒന്നും ചെയ്യാൻ കഴിയില്ല, ചിറക് മുളച്ചിട്ടില്ല, പറക്കാൻ കഴിയില്ല. ആ കൂട്ടിലിരുന്നു കൊണ്ട് അമ്മ വരുന്നതും കാത്തിരിക്കുന്ന ആ ചിറക് മുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങളുടെ വേവലാതിയാണ്. അതുപോലെയാണ് എനിക്ക്. പശുക്കുട്ടിക്ക് തള്ളപ്പശുവിനെ കാണുമ്പോൾ പാല് കുടിക്കാൻ വേണ്ടി ഓടിച്ചെല്ലുന്ന ഒരു ആർത്തിയുണ്ടല്ലോ, അതുപോലെയാണ് എനിക്ക് അങ്ങയുടെ അടുത്തെത്താൻ വേണ്ടി ഉള്ള വെമ്പല്. പോരാ, ദൂരെ പോയ പ്രാണനാഥൻ കാമുകൻ ഒന്ന് വന്നെങ്കിൽ, അദ്ദേഹത്തിന് ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് വെമ്പലോടുകൂടി ഓർക്കുന്ന കാമുകിയെ പോലെ പ്രിയം പ്രിയേവഭ്യുഷിതം നിഷണ്ണ മനോരവിന്ദാക്ഷ ദിദൃക്ഷതേ ത്വാം. ഞാൻ അങ്ങയെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു, അരവിന്ദാക്ഷ, ഹേ ഭഗവാനെ എന്നാണ്. എനിക്ക് ഈ ലോകത്ത് ഞാൻ എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം, എനിക്ക് യോഗ്യത ആയിട്ടില്ലെങ്കിൽ. പക്ഷേ എനിക്ക് ഒരു സത്സംഗം തരൂ, സജ്ജനങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടാവാൻ അനുഗ്രഹിക്കൂ. മമോത്തമ ശ്ലോക ജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമതസ്വകർമ്മഭി. എനിക്ക് മറ്റൊരാഗ്രഹവും വേണ്ട, എനിക്ക് സത്സംഗം ഉണ്ടായാൽ മതി. എനിക്ക് അവിടുത്തെ ഒന്ന് കാണണം, ഇത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഇന്ദ്രൻ ഇതൊക്കെ കേട്ട്, ഇതൊക്കെ മുമ്പില് യുദ്ധകളത്തിൽ നിന്നുകൊണ്ടാണ്. ഇന്ദ്രൻ അത്ഭുതപ്പെട്ടു. പിന്നെയും ആ വൃത്രാസുരൻ ഇന്ദ്രനോട് പല ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ വീണ്ടും യുദ്ധം ചെയ്തു. അതാണ് ഈ നമുക്ക് ജ്ഞാനമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരവരുടെ കർമ്മത്തിൽ നിന്നൊന്നും ഒരാളും പിൻവാങ്ങില്ല എന്നുള്ളതാണ്. വൃത്രാസുരന് ഇത്രയും ജ്ഞാനമുണ്ടെങ്കിലും താൻ ഇപ്പോ ഒരു അസുരനായിട്ടാണ് വേഷം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ യുദ്ധക്കളത്തിലാണ്, യുദ്ധം ചെയ്യാം എന്നുള്ളതാണ് വൃത്രാസുരന്റെ നിലപാട്. ഇന്ദ്രൻ വൃത്രനെ അഭിനന്ദിച്ചു, ആരാധിച്ചു. സത്യത്തിൽ അങ്ങയോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് മഹാപാപമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് ബ്രഹ്മജ്ഞാനിയാണ്, വലിയ ഭക്തനാണ്. പക്ഷേ ഞാൻ ഇന്ദ്രനും ദേവനും അങ്ങ് അസുരനുമായിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ വേഷം കെട്ടിയ നിലയ്ക്ക് നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ യുദ്ധം ചെയ്യണത്.
അങ്ങനെ വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വൃത്രാസുരനെ കൊല്ലണത്. ആദ്യം ഒരു കൈയറുത്തു. അപ്പൊ വൃത്രാസുരൻ ഒരു കൈയും ആ കയ്യിൽ ഒരു ആയുധവുമായിട്ട് ഇന്ദ്രനെ നേരിട്ടു. ഇന്ദ്രന്റെ ആയുധമൊക്കെ തെറിച്ചുപോയി. ഇന്ദ്രൻ പേടിച്ചു വിറച്ചു. അപ്പൊ ഇന്ദ്രനോട് പറഞ്ഞു, ആയുധം എടുത്തോളൂ. എന്തിനാ അങ്ങനെ പേടിക്കണത്? ഒരു കൈ പോയാ എനിക്ക് പേടിയില്ല, പിന്നെ എന്തിനാ അങ്ങ് പേടിക്കണത്? അങ്ങ് ആയുധം എടുക്കൂ. അങ്ങയുടെ കയ്യിൽ ഇരിക്കുന്ന ആയുധത്തിന്റെ വലിപ്പമൊക്കെ എനിക്കറിയാം. ഒന്നാമത് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടാണ് അങ്ങ് ആ ദധീചി മഹർഷിയുടെ നട്ടലിലെടുത്ത് ആയുധം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ കഥ കഴിയുന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്. അങ്ങ് ആയുധം എടുത്തോളൂ. അങ്ങനെ ആയുധമെടുത്തു. വൃത്രാസുരൻ ഇന്ദ്രനെ ഐരാവത്തോടുകൂടി വിഴുങ്ങി വയറിൽ ചെന്നു. വയറ് തുറന്ന് എങ്ങനെയൊക്കെ പുറത്തു വന്നു ഇന്ദ്രൻ ഐരാവത്തോടുകൂടി. പിന്നെ മറ്റേ കൈ അറുത്തു. പിന്നെ ആ വൃത്രാസുരന്റെ കഴുത്ത് 1 വർഷം എടുത്തുത്രേ. അതിങ്ങനെ മുറിച്ച് വൃത്രാസുരനെ വധിക്കാൻ. ഇങ്ങനെയൊക്കെയാണ് കൊന്നതെന്നാണ്. ആ വൃത്രാസുരനെ വധിച്ചതോടുകൂടി വീണ്ടും ബ്രഹ്മഹത്യ. ഇത്തവണ ഒരു കൃത്തികയുടെ വേഷത്തിൽ ബ്രഹ്മഹത്യ ഇന്ദ്രന് പിന്നാലെ ഓടിച്ചെന്നു. പണ്ടത്തെ അനുഭവം ഉള്ളത് കൊണ്ട് ഇതിഞ്ഞി കവറിലിട്ട് വെച്ചാലും ആരും മേടിക്കാൻ പറ്റില്ല. ഇന്ദ്രന്റെ കച്ചവടം ഇതാണെന്ന് മനസ്സിലായില്ലേ? ആരും വരില്ല. അതുകൊണ്ട് അതിനൊന്നും പുറപ്പെട്ടില്ല. ഇന്ദ്രൻ എന്ത് ചെയ്തു? മാനസ സരസിലേക്ക് ചാടി. അവിടെ താമരപ്പൂ ഉണ്ടായിരുന്നു. അതിൽ പോയി ഒളിച്ചിരുന്നു. ലക്ഷ്മി ദേവി അവിടെയാണ് ഇരിക്കുന്നത്. ആ താമരയിലാണ് ഇരിക്കുന്നത്. അവിടെ പോയി ഒളിച്ചിരുന്നു എന്നാണ്. ഇന്ദ്രനില്ലാതെ 1000 വർഷം ഇന്ദ്രനില്ലാതെ സ്വർഗത്തില്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചു ആൾക്കാര്. അങ്ങനെയാണ് നഹുഷൻ എന്നൊരു രാജാവുണ്ട്, അതിയോഗ്യനായിട്ട് സൂര്യവംശത്തിൽ എന്ന് കണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയി അവിടെ രാജാവാക്കി. നഹുഷൻ രാജ്യം ഭരിച്ചു കുറെ കാലം. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു തോന്നല്, ഞാൻ കേമനാണ്, ഞാൻ ഇന്ദ്രനാണ്, അഹങ്കാരം തോന്നി. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ഇന്ദ്രാണി അവിടെ, ഇന്ദ്രന്റെ പഴയ സചീദേവി, ഇന്ദ്രന്റെ ഭാര്യ, ഞാനാണല്ലോ ഇപ്പൊ ഇന്ദ്രൻ, അപ്പൊ എന്റെ ഭാര്യ ആവണ്ടേ എന്നാണ്. ബുദ്ധിമതിയായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ സ്വീകരിക്കാം അങ്ങയെ ഭർത്താവായിട്ട്, പക്ഷെ അങ്ങ് സപ്തഋഷികൾ എടുക്കുന്ന പല്ലക്കിലേറി എന്റെ അടുത്തേക്ക് വരണം. ഇദ്ദേഹത്തിന്റെ ആ ഒരു അന്ധത അത്രയായിരുന്നു. അതുകൊണ്ട് സപ്തഋഷികളെ വിളിച്ചു പല്ലക്കെടുക്കാൻ പറഞ്ഞു. അവര് വിചാരിച്ചത് പല്ലെടുത്തി എന്നെ അവർക്കറിയില്ലോ. അവരുടെ തൊഴിലല്ല. എന്താ ഇയാള് പറയണത്? പിന്നെ മനസ്സിലാവണത് പല്ലക്കെടുക്കണമെന്ന്. എന്താ ചെയ്യാ? അവര് പല്ലക്കെടുത്തു. അതിൽ അഗസ്ത്യൻ പൊക്കം കുറഞ്ഞ ആളാണ്. അപ്പൊ അഗസ്ത്യൻ എങ്ങനെ നടന്നാലും ബാക്കിയുള്ളവരുടെ പോലെ ആവില്ല. അപ്പൊ ഇയാള് വേഗം എന്നുള്ള അർത്ഥത്തിൽ സർപ്പ എന്ന് പറഞ്ഞു. അഗസ്ത്യന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മെനക്കെട് തന്ന സർപ്പായി പോട്ടെ. അങ്ങനെ നഹുഷൻ സർപ്പായി നേരെ വീണു എന്നാണ്. ഇങ്ങനെയൊക്കെ കഥ. പിന്നെയാണ് പഴയ ഇന്ദ്രനെ, ആ താമരയുടെ ഉള്ളിലിരിക്കുന്ന ഇന്ദ്രനെയൊക്കെ എടുത്തു കൊണ്ടുവന്ന് മഹർഷിമാര് അശ്വമേധ യാഗമൊക്കെ ചെയ്ത് അദ്ദേഹത്തെ ശുദ്ധീകരിച്ച് അങ്ങനെ ഇന്ദ്രനാക്കി തീർത്തു. ഇത്രയും കേട്ടപ്പോൾ പരീക്ഷിത്ത് പറഞ്ഞു, എനിക്ക് ഇന്ദ്രന്റെ കഥ കേൾക്കണ്ട, എനിക്ക് ഈ വൃത്രാസുരന്റെ കഥയാണ് കേൾക്കേണ്ടത്. വൃത്രാസുരൻ ആരായിരുന്നു? ഇത്രയും യോഗ്യനായിട്ട് പറക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തിൽ എന്തെങ്കിലും കഥയുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വൃത്രാസുരന്റെ പൂർവ്വജന്മകഥ പറഞ്ഞത്. ആസീത് രാജ സാർവഭൗമ ശൂരസേനേഷു വൈ നൃപ ചിത്രകേതു വിധിക്കാതെ. ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്നു പേരായിട്ടുള്ള രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം ഭാര്യമാര്, കോടിക്കണക്കിന് എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ കുട്ടികളില്ല, ഒരു കുട്ടി പോലും ഇല്ല. അങ്ങനെ അദ്ദേഹം തീവ്ര ദുഃഖം അനുഭവിക്കുന്നു. ആ സമയത്ത് അങ്കിരസ് മഹർഷി അവിടെ വരികയും അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി അനുഗ്രഹിക്കുകയും ചെയ്തു. എന്തോ യാഗമൊക്കെ ചെയ്ത് ഒരു പായസം. കോടിക്കണക്കിന് ആൾക്കാർക്ക് വിഭജിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. 3 ഭാര്യമാരെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ദശരഥൻ ചെയ്ത പോലെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ കോടിക്കണക്കിനുണ്ട്, ഒരു നാഴികേരിയുടെ പായസമുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആദ്യത്തെ ഭാര്യയ്ക്ക് കൊടുത്തു. അങ്ങനെ കൃതദ്യുതി എന്ന പേര് ആദ്യത്തെ ഭാര്യയ്ക്ക് കൊടുത്തു. ഗർഭിണിയായി, പുത്രനുണ്ടായി, നല്ല മിടുമിടുക്കനായിട്ടുള്ള ഉണ്ണി. എല്ലാവർക്കും സന്തോഷമായി, രാജ്യം മുഴുവൻ സന്തോഷമായി. പക്ഷേ കുറച്ചു പേർക്ക് സന്തോഷമായില്ല. ആർക്കാ? ബാക്കിയുള്ള ഭാര്യമാർക്ക്. കാരണം ഇവൾക്ക് മാത്രം ഒരു സൗഭാഗ്യം, അങ്ങനെ വേണ്ട. അവര് കൂലങ്കഷമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചു. അങ്ങനെ ആരും അറിയാതെ വിഷം കൊടുത്ത് ഈ കുട്ടിയെ കൊല്ല. കുട്ടിയെ കൊന്നപ്പോ
പിന്നെ എല്ലാവർക്കും തീവ്ര ദുഃഖം. രാജാവിന് ഒരു ബോധമില്ല. കാരണം ആശിച്ചുണ്ടായ ഒരു മകൻ അത് പോവുകഴിഞ്ഞു. അദ്ദേഹത്തിന് ബോധം നശിച്ചു. അദ്ദേഹം ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ട് അങ്ങനെ കാലം കഴിക്കുകയാണ്. ആ ജഡം ഇങ്ങനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം സംസ്കരിക്കാൻ പോലും കൂട്ടാക്കാതെ അങ്ങനെ ദുഃഖിക്കുക. അപ്പോഴാണ് നാരദ മഹർഷിയും അങ്കിരസ് മഹർഷിയും അവിടെ വന്നു. ആദ്യമൊന്നും മനസ്സിലായില്ല, ആരാണെന്ന് തന്നെ മനസ്സിലായില്ല മഹർഷിമാരെ. അപ്പോൾ പറഞ്ഞു, ഞാനാണ് അങ്ങക്ക് പുത്രനെ തന്ന അങ്കിരസ് മഹർഷിയാണ്, ഇത് നാരദ മഹർഷിയാണ് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ദുഃഖിക്കരുത്. ഇതൊക്കെ ഓരോരുത്തര്, ഇതിനൊരു കണക്കൊന്നുമില്ല. ആരെപ്പോ ജനിക്കുന്നതിനനുസരിച്ചല്ല മരണം ലോകത്ത് സംഭവിക്കുന്നത്. ഓരോരുത്തരും ഓരോ പ്രാരബ്ധം കഴിയുമ്പോൾ ചിലർ നേരത്തെ പോകും, ചില കുറെ വൈകിട്ട് പോകും. അതുകൊണ്ട് ഇത് ദുഃഖിക്കാനൊന്നുമില്ല എന്ന് പറയാണ്. അതൊന്നും അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റിയില്ല. അവസാനം നാരദ മഹർഷി ഒരു കാര്യം ചെയ്യും, ശരി, ഈ പുത്രൻ ജനിച്ചാൽ അങ്ങക്ക് വീണ്ടും ജീവിച്ചാൽ അങ്ങക്ക് ദുഃഖം തീരുമെങ്കിൽ ഞാൻ ജീവിപ്പിക്കാം. അങ്ങനെ പുത്രനെ ജീവിപ്പിക്കും. പുത്രനെ എണീറ്റിരുന്ന് ചോദിക്കും, എന്തിനാ നാരദ മഹർഷി എന്നെ വീണ്ടും വലിച്ചഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ എന്റെ പ്രാരബ്ധം കഴിഞ്ഞ് പോയതാണ്. അല്ല, നിന്റെ അച്ഛൻ കാണണം. അല്ല, അച്ഛന്റെ ദുഃഖം ഏതച്ഛന്റെ? എനിക്ക് എത്രയോ ജന്മങ്ങൾ ഉണ്ടായിരുന്നു. ആ ജന്മത്തിലൊക്കെ എനിക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. ഇതിലേതച്ഛന്റെയും ഏതമ്മയുടെയും ദുഃഖമാണ് എനിക്ക് തീർക്കാൻ പറ്റുക? എല്ലാ അച്ഛന്മാരുടെയും എല്ലാ അമ്മമാരുടെയും ദുഃഖം എനിക്ക് തീർക്കാൻ പറ്റുമോ? ജീവൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ പ്രാരബ്ധത്തിനനുസരിച്ച്. അതിനനുസരിച്ച് ചിലരുടെ പുത്രനായിട്ട് ജനിക്കും, ചിലരുടെ അച്ഛനാവും, ചിലരുടെ അമ്മയാവും, അതിനൊക്കെ പോവും. കാരണം പക്ഷേ ഇത് അങ്ങക്ക് അറിവുള്ളതല്ലേ, എന്തിനാ വെറുതെ എന്നെ കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ പോവുക, എന്റെ പ്രാരബ്ധം കഴിഞ്ഞതാണ്. അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ജീവൻ പോയി. ഇപ്പൊ ഇദ്ദേഹത്തിന് വിരക്തി വന്നു. ഈ വിദ്വാന് വേണ്ടിയിട്ടാണല്ലോ ഏതച്ഛന് ഏതമ്മയ്ക്ക് എന്ന് ചോദിക്കുന്ന ഒരു മകന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ദുഃഖിച്ചു. നാരദ മഹർഷി പറഞ്ഞു, ഇതാണ്, അങ്ങ് തത്വം മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് ഒരു ഉപദേശമൊക്കെ നൽകി. അങ്ങനെ നല്ല മന്ത്രമൊക്കെ കൊടുത്തു അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങ് സംഘർഷണമൂർത്തിയെ ഭജിക്കൂ എന്ന്. പിന്നെ അദ്ദേഹം 7 ദിവസം കൊണ്ട് സംഘർഷണമൂർത്തിയെ ഭജിച്ച് പ്രത്യക്ഷപ്പെടുത്തി. അദ്ദേഹത്തിന്റെ സ്തുതിയൊക്കെ വളരെ പ്രത്യേകതയുള്ള സ്തുതിയാണ്. അങ്ങനെ സംഘർഷണമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തി. സംഘർഷണമൂർത്തിയുടെ അനുഗ്രഹത്താൽ അദ്ദേഹം വിദ്യാധരാധിപതിയായിട്ട് തീർന്നു. അങ്ങനെ ഈ ചിത്രകേതു വിദ്യാധരാധിപതിയായിട്ട് ചിത്രകേതു വിമാനത്തിൽ അങ്ങനെ സഞ്ചരിക്കാതിരിക്കാൻ. അപ്പൊ കൈലാസത്തിന്റെ മുകളിൽ കൂടെ പോയി. അപ്പൊ ശിവൻ പാർവതിയെ മടിയിലിരുത്തിക്കൊണ്ട് മുമ്പിലിരിക്കുന്ന ഋഷിമാർക്ക് വലിയ വലിയ തത്വോപദേശങ്ങൾ കൊടുക്കുക. സംഘന്ന കുട്ടിയാൽ സംഘം ചെയ്യരുത്, പാർവതി പടിയില്ല, ഇത് പറയാ. അപ്പൊ ചിത്രകേതു വിചാരിച്ചു, അയം ലോകഗുരു സാക്ഷാൽ ധർമ്മം വക്താ ശരീരം. ലോകഗുരു അത്ര വലിയ ധർമ്മമാണ്. ആളുകള് പ്രാകൃതന്മാര് വരെ സദസ്സിൽ സ്ത്രീകൾ ഭാര്യയാണെന്ന് വിചാരിച്ച് മടിയിൽ വിരുത്തി അങ്ങനെയൊന്നും ആ സദസ്സിൽ വന്നിരിക്കാറില്ല. ലോകഗുരുവാണത്ര. സത്യത്തിൽ ഇദ്ദേഹം നിന്ദിച്ചതല്ല, ഇത് ശിവന് മാത്രമേ പറ്റുള്ളൂ. ഈ പാർവതി മടിയിലിരുന്നാലും അദ്ദേഹത്തിന് യാതൊരു ഇളക്കമില്ല എന്നർത്ഥം. അങ്ങനെ വന്ദിച്ചതാണ്. ശിവനത് മനസ്സിലായി, പക്ഷെ പാർവതി തെറ്റിദ്ധരിച്ചു. പറഞ്ഞു, ഇത്രയുണ്ട്, ഇങ്ങനെയുണ്ടോ ഒരുത്തൻ? ഈ ശിവനെ കുറിച്ച് നമ്മളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കേ? ഇവൻ വിദ്യാധരാധിപതിയാത്ര, സംഘർഷണന്റെ ഭക്തനാണത്ര. ഇവന് അതിനുള്ള യോഗ്യത ഒന്നുമില്ല, ശപിച്ചു, അസുരനാവട്ടെ. അങ്ങനെയാണ് ഈ ചിത്രകേതു വൃത്രാസുരനായിട്ട് ജനിച്ചത് എന്ന്. അപ്പോ ശാപം കിട്ടിയപ്പോ വേഗം ഇറങ്ങി വന്നു, പാർവതിയെ നമസ്കരിച്ചു. നമസ്കാരം, എനിക്ക് ശാപം കിട്ടിയതിലൊന്നും ഒരു ഇതുമില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് ശാപം, എന്താ അനുഗ്രഹം, ഒക്കെ അങ്ങനെ മായ. അതുകൊണ്ട് അതിലൊന്നും എനിക്ക് പരാതിയില്ല. പക്ഷെ അമ്മയ്ക്ക് എന്തെങ്കിലും ദുഃഖം, അതുകൊണ്ട് എന്തെങ്കിലും മനസ്താപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. അപ്പോൾ പാർവതിക്ക് അത്ഭുതമായി. ഇങ്ങനെയുണ്ടോ ആൾക്കാര്? ശാപം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ശാപമോക്ഷം വേണമെന്ന് പറയല്ലേ ഉണ്ടാവുക. ഇത് വന്നിട്ട് അങ്ങനെ പറയണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശിവൻ പറഞ്ഞു, ഇതാണ് ഭഗവത് ഭക്തന്മാരുടെ മഹിമ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ആ ചിത്രകേതുവാണ് വൃത്രാസുരനായിട്ട് പിറന്നത് എന്നർത്ഥം. ഇതിനുശേഷം പിന്നെ മരുതുൽപ്പത്തി എന്നൊരു കഥ പറഞ്ഞു 6-ാമത്തെ സ്കന്ധത്തിൽ.
മരുത്തുക്കൾ. ഈ ദിതി ദേവിക്ക് ഒരിക്കൽ ഈ ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിന് ഒരു പുത്രനുണ്ടാവണം, ഇതാണ് ആഗ്രഹം. അസുരന്മാർക്ക് എപ്പോഴും ഒരു തോൽവി സംഭവിക്കണം. ഈ അസുരന്മാരുടെ അച്ഛനും ദേവന്മാരുടെ അച്ഛനും ഒരാളാണല്ലോ കശ്യപൻ. അപ്പൊ കശ്യപനെ കുറച്ചു കാലം ദിതി ദേവി പരിചരിച്ച് പ്രസാദിപ്പിച്ചു. അപ്പൊ കശ്യപൻ പ്രസാദിച്ച് ചോദിച്ചു, എന്താ വരം വേണ്ടത്? എനിക്ക് നിന്റെ ഈ ഒരു പരിചരണത്തിലൊക്കെ വളരെ തൃപ്തിയുണ്ട്, എന്താ വരം വേണ്ടത്? ദിതി ദേവി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, എന്റെ ചുമതലയാണല്ലോ, ഞാൻ ഭാര്യയാണല്ലോ. അല്ല അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുമില്ല, അല്ല എന്തെങ്കിലും പറഞ്ഞോളൂ, എന്ത് വേണച്ചാലും പറഞ്ഞോളൂ. അങ്ങനെയൊന്നുമില്ല. എന്നാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ചിങ്ങനെ ചോദിച്ച് സാധനം പറഞ്ഞു, എനിക്ക് ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിന് ഒരു പുത്രൻ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. പടി ഇതാണോ നിന്റെ മനസ്സിൽ? പക്ഷെ കൊടുക്കാന്ന് പറഞ്ഞില്ലേ. അങ്ങനെയാണ് ഒരു വ്രതം ഉപദേശിച്ചു. പുംസവനം എന്ന് പേരായിട്ട് ഒരു വ്രതം. അത് ഒരു വർഷക്കാലം കഠിനമായിട്ട് അനുഷ്ഠിക്കേണ്ട ഒരു വ്രതമാണ്. അതിന്റെ നിഷ്ഠയൊക്കെ പറഞ്ഞു കൊടുത്തു. ദിതി ദേവി ആ വൈരാഗ്യം ആണല്ലോ ഏറ്റവും ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കണത്. അപ്പൊ ഇന്ദ്രനോടുള്ള ആ വൈരാഗ്യം കാരണം എത്ര കഷ്ടപ്പെട്ടായാലും വേണ്ടില്ല. അങ്ങനെ അനുഷ്ഠിച്ചു. അങ്ങനെ ഗർഭം വർദ്ധിച്ചു വരികയാണ്. ആ സമയത്ത് ഇന്ദ്രന് പേടിയായി. ഇന്ദ്രൻ ചെറിയ കുട്ടിയുടെ ഭാവത്തിൽ വന്ന് ഈ ദിതിയുടെ ആശ്രമത്തിൽ വന്ന് അങ്ങനെ കൂടി. ദിതിയോട് പറഞ്ഞു, എനിക്ക് ആരുമില്ല, ഞാൻ ഇവിടെ നിന്ന് നിന്നോട്ടെ, അമ്മയ്ക്ക് വേണ്ട പൂജയ്ക്കൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ വന്ന് കൂടി. അപ്പൊ ഈ വ്രതനിഷ്ഠയിൽ ഒന്നുള്ളതാണ് പകലുറങ്ങാൻ പാടില്ല എന്ന്. ഇന്ദ്രൻ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി നിൽക്കുക വ്രതം മുറിയാനായിട്ട്. അങ്ങനെ ഇന്ദ്രൻ ഇറക്കിയ കാലൊക്കെ തിരുമ്മി കൊടുക്കും. അപ്പൊ ഇന്ദ്രൻ ഈ വിദ്യയൊക്കെ അറിയാം, കാലിന്റെ അടിയിലൊക്കെ ഒന്ന് ആയിട്ട് കൊടുത്തു. ഒന്ന് മയങ്ങിയോ സംശയം. ഇന്ദ്രൻ വജ്രായുധവുമായിട്ട് അകത്ത് ചെന്നപ്പോൾ പേടിയായി. നല്ല തിളക്കം, സ്വർണ്ണ കട്ട പോലെ ഇങ്ങനെ തിളങ്ങുകയാണ് ആ ഗർഭത്തിലെ ശിശു. ഇന്ദ്രൻ കണ്ണും കൂട്ടി വെട്ടി, 7 വെട്ടുവെട്ടി. അപ്പൊ ആ 7 കഷ്ണങ്ങളും ഇങ്ങനെ ജീവിച്ചു എന്നാണ്. ഇന്ദ്രന് വീണ്ടും പേടിയായി. അങ്ങനെ കണ്ണും പൂട്ടി വീണ്ടും കുറെ വെട്ടുവെട്ടി. അങ്ങനെ 49 കഷ്ണങ്ങളായി. പക്ഷെ മരിച്ചില്ല. 49 ജീവിച്ചു എന്നാണ്. ഇന്ദ്രൻ നിർത്തി. ഇനിയിപ്പോ എന്താ കാര്യം, ശത്രുക്കളെ കൂട്ടുക എന്നല്ലാണ്ട്. അപ്പോ ആ 49 പേരും കൂടി പറഞ്ഞു, എന്തിനാ അങ്ങ് ഞങ്ങളെ ഉപദ്രവിക്കണത്? നമ്മളിപ്പോ സഹോദരന്മാരല്ലേ, ഒരമ്മയുടെ ഉദരത്തിലിരിക്കുന്നവരല്ലേ. അല്ല അപ്പൊ നിങ്ങളെന്റെ ശത്രുക്കളല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ ശത്രുതയൊന്നുമില്ല. ഓ എന്നാ ശരി. അപ്പം അങ്ങനെ 50 പേരും കൂടിയിട്ട് ഇന്ദ്രനും 49 പേരും കൂടി പുറത്തു വന്നു. ദിതി ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും 50 പേര് മുമ്പില്. ആരാ ചോദിച്ചു, ഇതാ കാര്യം പറഞ്ഞു. പക്ഷെ ദിതി ദേവിക്ക് ഒരു ഇന്ദ്രനോട് യാതൊരു വൈരാഗ്യവും തോന്നിയില്ല എന്നുള്ളതാണ് അത്ഭുതം. എന്താ കാരണം, പുംസവന വ്രതത്തിന്റെ മഹത്വം. ഭഗവാനെ ഭജിക്കാനാണ് ഈ പുംസവന കഠിനമായിട്ടുള്ള വ്രതം ഉപദേശിച്ചുകൊണ്ട് ഭഗവാനെ ഭജിക്കാനാണ് പറഞ്ഞത്. ആ വിഷ്ണുവിനെ ഭജിച്ചതോടുകൂടി ഇദ്ദേഹത്തിന് ഈ ദിതിയുടെ ബുദ്ധി നേരെയായി എന്നാണ്. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ അവരെയാണ് 49 പേരെയാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ആ പുംസവന വ്രതത്തിനെ കുറിച്ച് വിശദമായിട്ട് കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് പരീക്ഷിത്ത് പറഞ്ഞു. പരീക്ഷത്തിന് ആവശ്യം ഉണ്ടായിട്ടല്ല, ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 7-ാം ദിവസം ദക്ഷങ്ങൾ കടിച്ച് വയ്ക്കാതിരിക്കും. കേൾക്കണവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിലേ ബുദ്ധി നേരെയാവണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് 6-ാമത്തെ സ്കന്ധത്തിലെ അവസാനത്തെ അധ്യായം നോക്കിയാൽ മതി. അതിൽ വിശദമായിട്ടുണ്ട് പുംസവന വ്രതത്തിന്റെ നിഷ്ഠകൾ. ഇത്രയും കഥകളൊക്കെ കേട്ടപ്പോൾ പരീക്ഷത്തിനൊരു സംശയം, ഈ കഥകളിലൊക്കെ ഭഗവാൻ ഒരു പക്ഷപാതിത്വം കാണിക്കുന്നുണ്ട് എന്ന് തോന്നല്. ദേവന്മാരെ എന്ത് ചെയ്താലും, എന്ത് ചീത്തത്വം ചെയ്താലും അവരെ രക്ഷിക്കുക. അസുരന്മാര് എത്ര കേമന്മാരായാലും എത്ര ഭക്തന്മാരായാലും അവരെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക. ഇങ്ങനൊരു പക്ഷപാതം ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. എന്താ ഇങ്ങനെ? ഭഗവാൻ അങ്ങനെയല്ലോ പേര്. സമനാണ് അദ്ദേഹം, എല്ലാ ചരാചരങ്ങളുടെയും സുഹൃത്താണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കഥ കേൾക്കുമ്പോൾ അങ്ങനെയല്ല.
ഇതിനെന്താ കാരണം ഇത് ചോദിക്കാണ്. അപ്പൊ ശിശുഖാൻ പറഞ്ഞു, അങ്ങേക്ക് അങ്ങനെ സംശയം ഉണ്ടായതിൽ അത്ഭുതമൊന്നുമില്ല, അങ്ങനെ തോന്നാം ആളുകൾക്ക്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കൂ, ഈ പ്രകൃതിയിൽ 3 ഗുണങ്ങളുണ്ട്: സത്വം, രജസ്, തമസ് എന്നുള്ളത്. സാത്വിക ഗുണത്തിന് ഒരു ആധിക്യം വരുമ്പോൾ ദേവന്മാർക്ക് നല്ല ഉയർച്ചയുണ്ടാവും. രജസ്സാണ് ഒരു കാലത്ത് ഉയർന്നു നിൽക്കുന്നതെങ്കിൽ അസുരന്മാർക്കായിരിക്കും ശ്രേഷ്ഠത. തമസ്സിന് ആധിക്യം വരുമ്പോൾ ആ സമയത്ത് രാക്ഷസന്മാർക്കായിരിക്കും അധികാരവും മറ്റും ഉണ്ടാവുക. അല്ലാതെ ഇതിൽ ഭഗവാന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഓരോ സമയത്ത് ആളുകൾ വിചാരിക്കും ഇപ്പൊ ഭഗവാൻ അസുരന്മാരുടെ കൂടെയാണ്, ഇപ്പോ രാക്ഷസന്മാരുടെ കൂടെയാണ്, ഇപ്പോ ദേവന്മാരുടെ കൂടെയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഭഗവാൻ അങ്ങനെ ഒരാളോടും ഒരു പക്ഷപാതവും ഇല്ല, എല്ലാവരോടും സമനാണ്. പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ചാണ് ഈ മാറ്റങ്ങൾ കണ്ടുവരണത് എന്ന് പറയാണ്. പിന്നെ പറഞ്ഞു, ഇതുപോലെ തന്നെ സംശയം അങ്ങയുടെ പൂർവികനായിട്ടുള്ള യുധിഷ്ഠിരനുണ്ടായി. എപ്പോ ഉണ്ടായി? പണ്ട് രാജസൂയ യാഗസദസ്സിൽ വെച്ച് ശിശുപാലന് മോക്ഷം കൊടുത്തു ഭഗവാൻ. അപ്പോഴാണ് യുധിഷ്ഠിരന് വലിയ സംശയം ഉണ്ടായത്. ശിശുപാലൻ കളാക്ഷരം മുതൽ ഭഗവാനെ നിന്ദിച്ചയാളാണ്. ഒരിക്കൽ പോലും ഭക്തിയോടുകൂടി കൃഷ്ണന്റെ നാമം ജപിച്ചിട്ടില്ല. കൃഷ്ണൻ കൃഷ്ണൻ എന്ന് എപ്പോഴും ഓർക്കും അദ്ദേഹം. 24 മണിക്കൂറും കൃഷ്ണനെ സ്മരിച്ചുകൊണ്ടാണ്. പക്ഷെ എങ്ങനെയാണ്? കൃഷ്ണനെ വെറുപ്പാണ്, ശത്രുഭാവത്തിലാണ്, വൈരാഗ്യമാണ്. ഇവനെ എങ്ങനെയെങ്കിലും കഥ കഴിക്കണം എന്നാ എപ്പോഴും ഓർക്കണം. പക്ഷെ ആ ശിശുപാലനെ വധിച്ചപ്പോൾ ശിശുപാലനിൽ നിന്ന് ആ ജ്യോതിസ് ജീവൻ വന്ന് കൃഷ്ണനിൽ ലയിക്കുന്നത് എല്ലാവരും പ്രത്യക്ഷമായിട്ട് കണ്ടു. ഇതാണ് യുധിഷ്ഠിരന് സംശയമായത്. എങ്ങനെയാണ് ഈ ശിശുപാലനെ പോലുള്ളവർക്ക് മുക്തി കിട്ടണത്? ഭക്തന്മാർക്കല്ലേ കിട്ടേണ്ടത്. ഭക്തന്മാർക്കാണെങ്കിൽ ഒട്ടും കിട്ടണമില്ല. ആളുകൾ ഇങ്ങനെ എത്രയോ ജന്മങ്ങളായിട്ട് ഇങ്ങനെ ഓരോരോ ഭജനം ചെയ്ത് അവർക്ക് സൽഗതി കിട്ടാൻ വലിയ ബുദ്ധിമുട്ട്. ദുഷ്ടന്മാർക്ക് വേഗം കിട്ടുന്നുണ്ട്. ഇതെന്താ ഇതിന്റെ ഒരു കാര്യം ചോദിക്കണം. അപ്പൊ പറയും, നാരദ മഹർഷിയോടാ ചോദിക്കുന്നത്. നാരദ മഹർഷി പറയും, അതിന് കാര്യമുണ്ട്. ഈ ഏതെങ്കിലും പ്രകാരത്തിൽ കൃഷ്ണനിൽ മനസ്സ് പരിപൂർണമായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് കാര്യം. അത് പല പ്രകാരത്തിലാവാം. ഭക്തിയോടുകൂടിയാവാം, അതല്ലെങ്കിൽ വൈരാഗ്യം കൊണ്ടാവാം, അതല്ലെങ്കിൽ കാമം കൊണ്ടാവാം, അതല്ലെങ്കിൽ ഭയം കൊണ്ടാവാം, അതല്ലെങ്കിൽ ബന്ധുത്വം കൊണ്ടാവാം. ഇങ്ങനെ പല രീതിയിൽ നമുക്കൊരാളെ ഓർക്കാം, കൃഷ്ണനെ ഓർക്കാം. ഇപ്പോ ഞങ്ങളെ പോലുള്ളവര്, ഋഷിമാര് അല്ലെങ്കിൽ ഭക്തന്മാര് ഭക്തി മൂലമാണ് ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നത്. നിങ്ങൾ പാണ്ഡവര്, നിങ്ങളുടെ ബന്ധു, നിങ്ങളുടെ അമ്മാവന്റെ മകൻ എന്ന നിലയ്ക്കാണ് നിങ്ങൾ ഭഗവാനെ എപ്പോഴും സ്മരിക്കുന്നത്. നിങ്ങളും സ്മരിക്കുന്നു. ഗോപികമാര്, വൃന്ദാവനത്തിലെ ഗോപികമാര് അവരുടെ കാമുകൻ എന്ന നിലയ്ക്കാണ് ഓർക്കണത്. അതേപോലെ കംസൻ ഭയത്തോടു കൂടിയാണ് കൃഷ്ണനെ നിരന്തരം സ്മരിക്കുന്നത്. എന്നാൽ ഈ ശിശുപാലനെ പോലെയുള്ളവര് എങ്ങനെയാണ്? വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ്. അവർക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെയാണ് അവര് ഓർക്കണത്. ഏത് പ്രകാരത്തിലായാലും കാര്യം എന്താണ്? ഈ കൃഷ്ണന് ഏതെങ്കിലും പ്രകാരത്തിൽ ഭഗവാനെ സ്മരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. അങ്ങനെ മനസ്സ് പരിപൂർണമായിട്ട് ഭഗവന്മയമായി തീർന്നാൽ, മനസ്സ് പൂർണ്ണമായിട്ട് മനസ്സിൽ ഭഗവാനാണെങ്കിൽ പുറത്തും ഭഗവാനാവും. മനസ്സിൽ എന്താണോ അതാണ് പുറത്ത് കാണുക എന്നർത്ഥം. അങ്ങനെയുള്ളവര് പൂർണ്ണമായിട്ട് ഭഗവാനെ മനസ്സിൽ ഏതെങ്കിലും പ്രകാരത്തിൽ പ്രതിഷ്ഠിച്ചവര് എങ്ങും ഭഗവാനെ ദർശിക്കും. അങ്ങനെയുള്ളവർക്ക് മുക്തി കിട്ടും പെട്ടെന്ന്. ഈ മനസ്സിൽ ഭഗവാനെ പൂർണ്ണമായിട്ട് പ്രതിഷ്ഠിക്കാൻ ഒരുപക്ഷെ ഭക്തിയേക്കാൾ നല്ലത് വൈരാഗ്യമാണ്, വൈരമാണ്. നാരദ മഹർഷി പറയാ, യഥാ വൈരാനുബന്ധേന എന്ന ഭക്തിയ. വൈരം കൊണ്ട് ബന്ധം ഉണ്ടാവുന്ന പോലെ ഭക്തി കൊണ്ട് ഉണ്ടാവില്ല എന്നാണ്. ഇഷ്ടമുള്ള ആളെ സ്മരിക്കുന്നത് പോലെയല്ല ശത്രുവിനെ സ്മരിക്കുക. ശത്രുവിനെ കൂടുതൽ സ്മരിക്കും, തീവ്രമായിരിക്കും. ഇഷ്ടമുള്ളോട് അത്ര തീവ്രത ഉണ്ടാവില്ല.
ശത്രുക്കളോട് തീവ്രത. രാവിലെ എണീക്കുമ്പോഴേക്കും ഓർക്കുക അയാളെയായിരിക്കും. അതുകൊണ്ട് നാരദ മഹർഷി പറയാ, യഥാ വൈരാനുബന്ധേന, വൈരം കൊണ്ടുണ്ടാവുന്ന ബന്ധം പോലെ മറ്റുള്ളത് കൊണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ അസുരന്മാർക്കൊക്കെ വേഗം വേഗം മുക്തി കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. കൃഷ്ണാവതാരത്തിൽ തന്നെ പൂതന തുടങ്ങി ശകടാസുരൻ, അതുപോലെ തൃണാവർത്തൻ, എത്ര അസുരന്മാർക്കാണ് വരുന്നു പോണു വേഗമാണ്. അവർക്ക് ഭജനൊന്നുമില്ല. കാരണം എന്താ? അവരുടെ തീവ്രമാണ്. അതാ ഇവിടെ നാരദ മഹർഷി പറയണത്. അതുകൊണ്ട് ഈ ശിശുപാലൻ പിന്നെ ആരായിരുന്നു? ഈ ശിശുപാലൻ നിസ്സാരക്കാരനല്ല. ഇദ്ദേഹം മുൻപ് 2 ജന്മമുണ്ട്. ഇദ്ദേഹം സത്യത്തിൽ ഭഗവാന്റെ പാർഷദന്മാരിൽ ഒരാളാണ്. വേറൊരാൾ ദന്തഭക്തനാണ്. അയാൾക്കും കുറച്ച് കഴിഞ്ഞാൽ മുക്തി കൊടുക്കും. ഇവര് ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ള ജയവിജയന്മാരാണ്. ഇവർക്ക് സനകാദി മഹർഷിമാരുടെ ശാപം നിമിത്തമാണ് 3 ജന്മം ഉണ്ടായത്. ആദ്യത്തെ ജന്മത്തിൽ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായി. അന്ന് ഹിരണ്യാക്ഷനെ വരാഹമായിട്ടും ഹിരണ്യകശിപുവിനെ നരസിംഹമായിട്ടും അവതരിച്ച് ഭഗവാൻ വധിച്ചു. പിന്നത്തെ ജന്മത്തിൽ രാവണ കുംഭകർണന്മാരായി. അന്ന് ശ്രീരാമാവതാരം, ശ്രീരാമൻ അവരെ വധിച്ചു. 3ാമത്തെ ജന്മമാണ് ഇത്. കൃഷ്ണൻ ഇവരെ വധിച്ചു. ശിശുപാലന് ഇപ്പൊ തന്നെ മുക്തി കിട്ടി, ദന്തഭക്തന് ഉടനെ മുക്തി കിട്ടി. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇവരുടെ തത്വം. യുധിഷ്ഠിരൻ പറഞ്ഞു, ആ അവതാര കഥകളൊക്കെ ഒന്ന് പറയോ? ശ്രീരാമകഥ, ശ്രീരാമാവതാര കഥയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും തീരില്ല. അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാനിട വരും. അപ്പൊ രാജസൂയ യാഗം ചെയ്തു വെച്ചാലും നിങ്ങൾക്ക് അധികം താമസിക്കാതെ ഇതൊക്കെ നഷ്ടപ്പെടും, കാട്ടിപ്പോവും. അവിടെ വെച്ച് വേറെ പണിയൊന്നും ഉണ്ടാവില്ല. മാർക്കണ്ഡേയ മഹർഷി നിങ്ങൾക്കത് പറഞ്ഞു തരും. പക്ഷെ ഇപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥ, എൻ്റെ ശിഷ്യന്റെ കഥയാണ്. അത് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയാണ് നരസിംഹാവതാര കഥ പറയുന്നത്. അത് പ്രഹ്ലാദന്റെ കഥയും കൂടിയാണ്. ഞാൻ നാരദ മഹർഷി പറയാണ്, ഹിരണ്യാക്ഷൻ കൊല്ലപ്പെട്ടു. വരാഹമൂർത്തിയാണ് ഹിരണ്യാക്ഷനെ കൊന്നത്. തന്റെ സഹോദരൻ കൊല്ലപ്പെട്ടപ്പോൾ ഹിരണ്യകശിപുവിന് സഹിച്ചില്ല. അങ്ങനെ ഹിരണ്യകശിപു അസുരന്മാരെ, അസുര നേതാക്കന്മാരെയൊക്കെ വിളിച്ചു. നമുജെ പുലോമൻ എന്നൊക്കെ വിളിച്ചു. പറഞ്ഞു, എവിടെ ബ്രാഹ്മണര് മന്ത്രം ജപിക്കുന്നുണ്ടോ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ, അതൊക്കെ മുടക്കണം. പശുക്കളെ കൊല്ലണം. എല്ലാ സൽക്കർമ്മങ്ങളും അവസാനിപ്പിക്കണം. കാരണം ഈ സൽക്കർമ്മങ്ങളാണ് വിഷ്ണുവിന് ശക്തി കൂട്ടണത്. അതുകൊണ്ട് ആ വിഷ്ണുവാണ് വരാഹമായിട്ട് കപടവേഷം ധരിച്ച് എൻ്റെ സഹോദരനെ വധിച്ചത്. അവന് ശക്തി ഉണ്ടാക്കുന്ന എല്ലാ പ്രവർത്തനവും നിരോധിക്കണം എന്ന് ആജ്ഞ കൊടുത്തു. ഞാൻ എൻ്റെ സഹോദരന് വിഷ്ണുവിന്റെ ചോര കൊണ്ട് തർപ്പണം ചെയ്യും എന്നാ പ്രതിജ്ഞ. അതുകൊണ്ട് നിങ്ങൾ ഓരോ വഴിക്ക് പൊക്കോളൂ, എല്ലാ സൽക്കർമ്മങ്ങളും അവസാനിപ്പിച്ചോളൂ. ബ്രാഹ്മണരെയൊക്കെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചേ തീരൂ എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് കൊല്ല. ഇങ്ങനെയൊക്കെയാണ് ഹിരണ്യകശിപുവിന്റെ ആജ്ഞ. പിന്നെ ഹിരണ്യകശിപു ചെന്നത് അന്തഃപുരത്തിലേക്കാണ്. അവിടെ തന്റെ അമ്മ, അതേപോലെ ഹിരണ്യാക്ഷന്റെ ഭാര്യ ഋഷാഭാനു, പുത്രന്മാര്, ഇവരൊക്കെ ദുഃഖിക്കുകയാണ്. അവരെ സമാധാനിപ്പിച്ചു. ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ അസല ഒന്നാന്തരം വേദാന്തിയാണ്. ഹിരണ്യകശിപു പറഞ്ഞു, നിങ്ങളെന്തിനാണ് ദുഃഖിക്കണത്? അല്ലെങ്കിലും ഈ ശരീരം എന്നെങ്കിലും മരിക്കും, എന്നെങ്കിലും ഇല്ലാതെയാവും. ഹിരണ്യാക്ഷൻ യുദ്ധം ചെയ്തിട്ട് മരിക്കേണ്ടായത്. യുദ്ധം ചെയ്ത് മരിക്കുക എന്നുള്ളത് ഒരു യോദ്ധാവിനെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മരണമാണ്. അതിന് ദുഃഖിക്കല്ല വേണ്ടത്, അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ തന്നെ സത്യത്തിൽ മരണം എന്നുള്ളത്, ജനനവും മരണവും ഒക്കെ ശരീരത്തിനല്ലേ. ആത്മാവിന് മരണവും ജനനവും ഒക്കെ ഉണ്ടോ? ആത്മാവ് നിത്യനാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ദുഃഖിക്കണത്? അവർക്ക് സമാധാനമായില്ല. അപ്പൊ ഹിരണ്യകശിപു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു കഥ കേൾപ്പിക്കാം. പണ്ട് സുയജ്ഞൻ എന്നു പേരായിട്ടൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം യുദ്ധത്തിൽ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന് കുറെ ഭാര്യമാരുണ്ട്. ആ ഭാര്യമാര് ജഡവും കെട്ടിപ്പിടിച്ചുകൊണ്ട്, ഭർത്താവിന്റെ ജഡവും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുക.
എത്ര നേരം കഴിഞ്ഞിട്ടും അവര് ഇതൊന്ന് സംസ്കരിക്കാൻ വിട്ടുകൊടുക്കണില്ല. യമന് പോലും കാരുണ്യം തോന്നി എന്നാണ്. അങ്ങനെ യമൻ ഒരു കുട്ടിയായിട്ട് അവിടെ അങ്ങനെ വന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ കരയണത്? നിങ്ങളുടെ ഭർത്താവ് ഈ ശരീരമാണോ? ഈ ശരീരം ഇവിടെ ഉണ്ടല്ലോ. ഭർത്താവ് ഈ ശരീരമാണെങ്കിൽ ശരീരം എപ്പോഴും ഇല്ലേ, എന്തിനാ കരയണത്? അല്ല, നിങ്ങളുടെ ഭർത്താവ് ആ ജീവനാണെങ്കിൽ അതിനെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പോ? നേരത്തെ നിങ്ങൾക്ക് നിങ്ങൾ ജീവനെ കണ്ടിട്ടില്ല, ഇപ്പോഴും കാണാനില്ല, പിന്നെ എന്തിനാ ദുഃഖിക്കണത്? അല്ലയോ മൂഢമതികളെ, ഈ ആത്മാവിന് ജനന മരണമൊന്നുമില്ല. ശരീരം സ്വതവേ തന്നെ ജഡമാണ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ദുഃഖിക്കാതിരിക്കും. നിങ്ങൾ ദുഃഖിച്ചത് കൊണ്ട് തിരിച്ചു വരില്ല, ഉറപ്പാണ്. നിങ്ങൾ 100 വർഷം കരഞ്ഞാലും തിരിച്ചു വരാൻ പോകില്ല. ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവില്ല. അതുകൊണ്ട് ദുഃഖിച്ചത് കൊണ്ടുള്ള ഫലം നിങ്ങളുടെ ആയുസ് അത്രയും പോകും എന്ന് മാത്രമേ ഉള്ളൂ. പ്രയോജനമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ ദുഃഖിച്ച് സമയം കളയണ്ട. ആ യമൻ അവരോട് വേറെ പക്ഷികളുടെ കഥയൊക്കെ പറയും. സ്നേഹം മൂലം ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ട് ദുഃഖിച്ച് തന്റെ ജീവിതം കൂടി കഷ്ടത്തിലാക്കരുത് എന്നാ യമൻ പറഞ്ഞത്. ഇതൊക്കെ ലോക നിയമമാണ്, ഇതിങ്ങനെ നടക്കും. ഇതൊക്കെ കേട്ടപ്പോൾ ആ സുയജ്ഞപത്നിമാർക്ക് ഒരു ബോധമുണ്ടായി. അവരാ ജഡം വിട്ടുകൊടുത്തു എന്നാണ്. അവരുടെ ദുഃഖം തീർന്നു. കാരണം ഇത് എല്ലാവർക്കും ഉള്ളതാണ്. പിന്നത്തെ ദുഃഖിച്ചിട്ട് കാര്യം, ഒരു വിശേഷമൊന്നുമില്ലല്ലോ. ഇതുപോലെ നിങ്ങളും മനസ്സിനെ അടക്കൂ, ദുഃഖമടക്കൂ, ഇതുകൊണ്ടൊരു പ്രയോജനമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ആശ്വാസമായി എന്ന് പറയണം. ഹിരണ്യകശിപു പിന്നെ ഇത്രയൊക്കെ ജ്ഞാനമുണ്ടെങ്കിലും ആ ഹിരണ്യകശിപു തനിക്ക് ബലം വർദ്ധിപ്പിക്കണം. എന്താ കാര്യം? വിഷ്ണുവിനെ വധിക്കണം. ഇതാണ് തപസ് ചെയ്യാൻ പോയി. അങ്ങനെ അദ്ദേഹം പർവ്വതത്തിന്റെ മുകളിൽ കയറി അതികഠിനമായിട്ടുള്ള തപസ്സാണ്. ഒറ്റ വിരലിൽ ഊന്നിക്കൊണ്ടാണ്, ഒരു തള്ളവിരൽ മാത്രമാണ് നിലത്തുള്ളത്. അങ്ങനെ നിന്നുകൊണ്ട് അനേക വർഷം നീണ്ട തപസ്സാണ്. ഇളകാതെ പുറ്റുവന്നു മൂടി അദ്ദേഹത്തിന്റെ ശരീരം. എല്ല് മാത്രമായി, ഒരു അസ്ഥികൂടം മാത്രമായി. പക്ഷേ ഇളക്കല്ല. ലോകം മുഴുവൻ ചുട്ടുപഴുത്തു എന്നാണ് ഹിരണ്യകശിപുവിന്റെ ആ തപസ്സിന്റെ ആധിക്യം കൊണ്ട്. ദേവന്മാര് സ്വർഗത്തിലിരിക്കാൻ പറ്റാതെ ബ്രഹ്മാവിനെ ആശ്രയിച്ചു. ബ്രഹ്മാവിനോട് പറഞ്ഞു, സഹിക്കാൻ പറ്റണില്ല ഹിരണ്യകശിപുവിന്റെ തപസ്, ഇതിലും ഭേദം അയാൾ അവിടെ രാജ്യം ഭരിച്ചോട്ടെ എന്ന് നോക്കിയാണ്. അയാൾക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വരവൊക്കെ കൊടുത്തോളൂ, എന്നാലും വേണ്ടില്ല. അങ്ങനെ ബ്രഹ്മാവ് ചെന്നു ആ കമണ്ടലുവിൽ നിന്ന് വെള്ളം തെളിച്ചു. ഹിരണ്യകശിപുവിന് മുൻപത്തേക്കാൾ നല്ല ശക്തവും ഓജസ്സും ഉള്ള തേജസ്സുമുള്ള ഒരു ശരീരം കിട്ടി. ഹിരണ്യകശിപു തപസ്സിൽ നിന്ന് ഉണർന്നു. എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ചു. മരിക്കാതിരിക്കണം എന്നാണ് വരം വേണ്ടത്. ബ്രഹ്മാവ് പറഞ്ഞു, എനിക്ക് തന്നെ മരണം ഉള്ള നിലയ്ക്ക് 100 വർഷമാണ് എന്റെ ആയുസ്. എനിക്ക് തന്നെ മരണം ഉള്ള നിലയ്ക്ക് എങ്ങനെ ഞാൻ അങ്ങനെ ഒരു വരം തരും? വേറെന്തെങ്കിലും ചോദിക്കൂ എന്ന് പറഞ്ഞു. ഹിരണ്യകശിപു നല്ല ബുദ്ധിമാനാണ്. അദ്ദേഹം കുറെ വരങ്ങൾ ഒരുമിച്ച് ചോദിച്ചു. മനുഷ്യർ കൊല്ലരുത്, ദേവന്മാർ കൊല്ലരുത്, അസുരന്മാർ കൊല്ലരുത്, ഇങ്ങനെ മൃഗം കൊല്ലരുത്, അകത്ത് വെച്ച് മരിക്കരുത്, പുറത്ത് വെച്ച് മരിക്കരുത്, രാത്രി മരിക്കരുത്, പകല് മരിക്കരുത്, ആയുധം കൊണ്ട് മരിക്കരുത്, ആയുധമല്ലാത്തതിനെ കൊണ്ട് മരിക്കരുത്, ജീവനുള്ളതിനെ കൊണ്ട് മരിക്കരുത്, ജീവൻ ഇല്ലാത്തതിനെ കൊണ്ട്. എന്തൊക്കെയാണെന്നറിയില്ല. അത് ചോദിക്കേണ്ട താമസം തഥാസ്തു തഥാസ്തു തഥാസ്തു. ബ്രഹ്മാവിന് ഇദ്ദേഹത്തിന്റെ തപസ്സിൽ അത്രയധികം പ്രീതിയായി. ഇങ്ങനെ കുറെ ചോദിച്ചതിനൊക്കെ തഥാസ്തു എന്ന് പറഞ്ഞു. ഹിരണ്യകശിപു നിർത്തി. ബ്രഹ്മാവ് തിരിച്ചു പോവുകയും ചെയ്തു. ഹിരണ്യകശിപു വിചാരിച്ചു പറ്റിച്ചു. 4 തലയുണ്ടെന്നേ ഉള്ളൂ, ബുദ്ധി കഷ്ടിയാണ്. ഇത് തന്നെയാണ് ഞാൻ ഒറ്റ വാചകത്തിൽ ചോദിച്ചത്. ഒരിക്കലും ഇങ്ങനെയൊന്നും അല്ലാണ്ട് ഒരു മരണം ഉണ്ടാവും. ഹിരണ്യകശിപു മതിച്ചു. താൻ ഇനി കൊല്ലപ്പെടില്ല എന്ന് മരണമില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ മതോന്മത്തനായ ഹിരണ്യകശിപുവിന്റെ കരാളഭരണം അതിവേഗത്തിൽ സകല ലോകങ്ങളും പിടിച്ചടക്കി
സ്വർഗമൊക്കെ ഞൊടിയിടയിലാണ് ഹിരണ്യകശിപുവിന്റെ കാലിൽ ചോട്ടിലായത്. അദ്ദേഹം സ്വർഗത്തിലിരുന്ന പിന്നെ ഭരണം, അങ്ങനെ കരാളമായിട്ടുള്ള ഭരണം. നാരദ മഹർഷി പറയാ, എന്നെ പോലുള്ളവർ പോലും മാറ്റി ജപിച്ചു തുടങ്ങി. നാരായണ നാരായണ എന്നാ ജപിക്കാറ്. ഇപ്പോ ഹിരണ്യകശിപവേ നമഃ എന്ന് ജപിക്കേണ്ടതായി. എല്ലാം അങ്ങനെയാക്കി സഹസ്രനാമം തിരുത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഈ വിഷ്ണു സഹസ്രനാമല്ല, നിങ്ങൾക്ക് സഹസ്രനാമം ചെല്ലണമെങ്കിൽ ഹിരണ്യകശിപുവിന്റെ സഹസ്രനാമം. എല്ലാ ദേവന്മാർക്കുമുള്ള ഹവിർഭാഗമൊക്കെ ഹിരണ്യകശിപു ഒറ്റയ്ക്ക് യാഗങ്ങളൊക്കെ നടത്തുമ്പോ ദേവന്മാർക്കൊക്കെയാണല്ലോ ഹവിസ് സമർപ്പിക്കുക. നടക്കില്ല ലോകത്ത്. ഹിരണ്യകശിപുവിന് എല്ലാം ഹിരണ്യകശിപുവിനായിട്ട് ഇങ്ങനെ ലോകപാലന്മാരെ വരെ തന്റെ കാൽക്കീഴിലാക്കി. നാരദ മഹർഷി വരെ പറയാണ്, ഞാനും തുമ്പുരു എന്ന് പേരായിട്ട് വേറൊരു ഋഷിയുണ്ട്, വീണയൊക്കെ വീട്ടി പാടുന്ന ആളാണ്, എപ്പോഴും നാമം ജപിച്ച് നാരദനെ പോലെ നടക്കുന്ന ആള്. ഞങ്ങൾ വരെ ഹിരണ്യകശിപുവിനെ പേടിച്ച് ഇങ്ങനെ മന്ത്രം മാറ്റി ചൊല്ലി തുടങ്ങി. അത്ര കേമനാണ് ഹിരണ്യകശിപു. എല്ലാവരെയും ഇങ്ങനെ കട്ട 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 പറപ്പിക്കും. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിന്റെ മൂക്കിൻ ചോട്ടിൽ അദ്ദേഹത്തിന്റെ പുത്രന്മാരിൽ ഒരുത്തൻ, നാലാമത്തവൻ പ്രഹ്ലാദൻ, അയാൾ മഹാഭക്തനായിട്ട് വരിക. 4 പുത്രന്മാരാണ്. 4ാമത്തെ ആളാണ് പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദൻ ജന്മന വിഷ്ണുഭക്തനാണ്. അദ്ദേഹം മാത്രമാണ് ആ ഹിരണ്യകശിപുവിന്റെ കീഴിൽ ഒരു പേടിയുമില്ലാതെ ഭഗവാന്റെ നാമവും ജപിച്ച് നല്ല സന്തോഷമായിട്ട് സുഖമായിട്ട് കഴിയണത്. ചെറിയ കുട്ടിയാണ്, 4 or 5 വയസ്സോ പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ കൃഷ്ണഗ്രഹം പിടിച്ച പോലെ എന്നാണ്. അദ്ദേഹം എപ്പോഴും ഭഗവാന്റെ ഒരു കൈകളുടെ കരവലയത്തിലാണെന്ന് തോന്നും. അദ്ദേഹത്തിന്റെ ഓരോ ലീലകളും കണ്ടു കഴിഞ്ഞാൽ, ഓരോ കളികളും കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു ഭക്തനായിരുന്നു പ്രഹ്ലാദൻ. ഹിരണ്യേശു അറിഞ്ഞില്ല ആദ്യമൊന്നും. ഇടയ്ക്ക് ക്വചിത് ഉദതി വൈകുണ്ഠ ചിന്താ ശവണചേതന ക്വചിത് ഭസതി തച്ചിന്താഹ്ലാദ. ഇടയ്ക്ക് പ്രഹ്ലാദൻ ആ ഭഗവാന്റെ ഓരോ ലീലകളെ ആലോചിച്ച് ചിരിക്കും. ചിലപ്പോൾ അല്പനേരത്തേക്ക് ആ ഭഗവാൻ മനസ്സിൽ നിന്നൊന്നും മറഞ്ഞാൽ ഇങ്ങനെ പൊട്ടി കരയും. ചിലപ്പോൾ നൃത്തം വയ്ക്കും അത്യാഹ്ലാദത്തിൽ. ഇങ്ങനെയൊക്കെ പ്രഹ്ലാദന്റെ ഈ ഒരു മാനസികാവസ്ഥ എന്തോ ഒരു ചിത്തഭ്രമം പിടിച്ച പോലെ എന്നാ ബാക്കിയുള്ളവർക്ക് തോന്നിയത്. ആർക്കും പ്രഹ്ലാദന്റെ ആ ഭക്തി മനസ്സിലായില്ല. അങ്ങനെ ഒരു 4-5 വയസ്സ് പ്രായമായപ്പോൾ മറ്റ് അസുരബാലന്മാരോട് കൂടി പ്രഹ്ലാദനെ ഗുരുനാഥന്മാരുടെ അടുത്ത് വിദ്യ അഭ്യസിക്കാൻ പറഞ്ഞയച്ചു. ഷണ്ഡനും അമർക്കനും, ഈ ഷണ്ഡാമർക്കന്മാരാണ് കുട്ടികളുടെ ഗുരുനാഥന്മാർ, അസുരബാലന്മാരുടെ. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. ഒരു ദിവസം പ്രഹ്ലാദൻ ഗുരുകുലത്തിൽ നിന്ന് വരുന്നത് കണ്ടപ്പോൾ വളരെ വാത്സല്യത്തോടു കൂടി ഹിരണ്യകശിപുവും മടിയിലിരുത്തി ചോദിച്ചു, പ്രഹ്ലാദ, എന്തൊക്കെയാ പഠിച്ചത്? എന്താ നിനക്ക് പഠിച്ചതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു പാഠം പറയൂ? കുട്ടികളോടൊക്കെ ചോദിക്കില്ലോ, ടീച്ചറിന്ന് എന്താ പഠിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കില്ലോ. അതുപോലെ വാത്സല്യത്തുകൊണ്ട് ചോദിച്ചു. പ്രഹ്ലാദന് ഒരു സംശയമില്ല, മടിയിലിരുന്ന് പറയാണ്, തൽസാധു മന്യേ സുരവര്യദേഹിനാം സദാ സമുദ്വിഗ്നധിയാമസൽഗ്രഹാൽ ഹിത്വാത്മപാദം ഗൃഹമന്ധഗോപം വനംഗതോയധരിമാശ്രയേതാച്ഛ. ഞാൻ പഠിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാഠം, ഈ കൊട്ടാരം എന്നുള്ളത് ഒരു പൊട്ടക്കിണറാണ്. ഇത് ത്യജിച്ച് കാട്ടിൽ പോയി ഹരിയെ ഭജിക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ പഠിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാഠം എന്നാണ്. ഇത് കേട്ടപ്പോൾ ഹിരണ്യകശിപു പൊട്ടിച്ചിരിക്കും. കാര്യം ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും കുട്ടി പറയുമ്പോൾ അതിന് കൗതുകമുണ്ടല്ലോ, അതിനത്ര വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കില്ലല്ലോ, പൊട്ടിച്ചിരിച്ചു. പക്ഷേ ആ ഗുരുനാഥന്മാരോട് പറഞ്ഞു, സൂക്ഷിച്ചോളൂ കേട്ടോ, ഇവിടെ ആരോ വിഷ്ണുവിന്റെ ആൾക്കാര് രഹസ്യമായിട്ട് ഇവിടെ നടക്കുന്ന കുട്ടികളുടെ ബുദ്ധി തിരിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം നിങ്ങൾ എന്നൊക്കെ താക്കീത് കൊടുത്തു. കുട്ടികള് പേടിച്ച്
പ്രഹ്ലാദനെ വിളിച്ചു കൊണ്ടുപോയി ചോദിച്ചു. കുറെ തലങ്ങും വിലങ്ങും ഒക്കെ മാറി മാറി ചോദിച്ചു, ആരാ പ്രഹ്ലാദന് ഇതൊക്കെ പഠിപ്പിച്ചു തന്നത്? ഞങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. പ്രഹ്ലാദൻ പറഞ്ഞു, സ്വപരശ്ചേത്യസദ്രാഹ പുംസാം ജന്മായയാ കൃത വിമോചിതധിയാം കൃഷ്ണസ്തസ്മൈ ഭഗവതേ നമഃ. പ്രഹ്ലാദൻ നേരിട്ടൊന്നും മറുപടി പറയില്ല. അല്ലെങ്കിൽ പ്രഹ്ലാദന്റെ ഭാഷ അസുരന്മാർക്ക് മനസ്സിലാവില്ല. പ്രഹ്ലാദൻ പറഞ്ഞു, ഞാൻ പരൻ, ഞാൻ വേറെ പരൻ വേറെ എന്നുള്ള ഈ ഭേദചിന്തയുണ്ടല്ലോ, ഇത് അസുരന്മാർക്കുള്ള ചിന്തയാണ്. ഇങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, ഭഗവാന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങനെയൊക്കെയാണ് പ്രഹ്ലാദന്റെ മറുപടി. വലിയ വലിയ വേദാന്തം. ഇതിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, തീരുമാനമായി. അങ്ങനെ അവര് കുറച്ച് മനസ്സിരുത്തി പഠിപ്പിച്ചു. പ്രഹ്ലാദന് സ്പെഷ്യൽ ട്യൂഷൻ, ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന പോലെ. അവരുടെ വിദ്യ 3 വിദ്യയാണ്: ധർമ്മം, അർത്ഥം, കാമം. അത്രേ ഉള്ളൂ, മോക്ഷമില്ല അവരുടെ സിലബസിൽ. അങ്ങനെ ഈ ത്രൈവിദ്യ അവരിങ്ങനെ നിരന്തരം പ്രഹ്ലാദനെ പഠിപ്പിച്ചു. പിന്നീട് ഒരിക്കൽ കുറെ നാൾ കഴിഞ്ഞ് ഇതുപോലെ ഒരിക്കൽ പ്രഹ്ലാദൻ ഇങ്ങനെ സ്കൂൾ വിട്ട് ഗുരുനാഥന്റെ ഗൃഹത്തിൽ നിന്ന് വരണത് കണ്ട് കൗതുകം തോന്നി. അപ്പോ വാത്സലിച്ചുകൊണ്ട് ഹിരണ്യകശിപു മടിയിലിരുത്തി ചോദിച്ചു, പ്രഹ്ലാദ എന്തൊക്കെയാ ഇപ്പൊ കുറച്ച് ദിവസമൊക്കെ ആയില്ലേ? ഇപ്പൊ കുറച്ച് നമ്മുടെ വിദ്യകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഇപ്പോ അന്ന് പറഞ്ഞ പോലെ ഒന്നും നീ പറയണ്ട, അബദ്ധം. ഇപ്പൊ നിനക്ക് എന്താ തോന്നണത്? ഏറ്റവും നല്ല വിദ്യ പഠിച്ചത് എന്താ? അപ്പൊ പറഞ്ഞു, അന്ന് പറഞ്ഞത് കുറച്ച് അബദ്ധാണെന്ന് എനിക്ക് തോന്നി എന്നാണ് പ്രഹ്ലാദൻ. എന്താ? അച്ഛാ, എങ്ങടും പോണ്ട, കാട്ടിലേക്കൊന്നും പോണ്ട, ഇവിടെ ഇരുന്ന്, എവിടെയാണെച്ചാ അവിടെ ഇരുന്ന് എന്ത് ശ്രവണം, കീർത്തനം, വിഷ്ണോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇതി പുംസാർപ്പിത വിഷ്ണോ ഭക്തിശ്ചേന്നവലക്ഷണ. അതാ പറയാ, അച്ഛാ എങ്ങോട്ടും പോണ്ട. പിന്നെയോ, ഈ നവവിധ ഭക്തി കൊണ്ട് എവിടെ ഇരുന്നും ഭഗവാനെ വളരെ എളുപ്പത്തിൽ പൂജിക്കാം. ഇതാണ് ഒരാള് ചെയ്യേണ്ടത്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോ ഇതുവരെ പഠിച്ചതിലുള്ള പാഠം. ശ്രവണം, ഭഗവാന്റെ കഥകൾ കേൾക്കണം, ഭഗവാനെ കീർത്തിക്കണം, ഭഗവാനെ നിരന്തരം സ്മരിക്കണം, പാദസേവനം ചെയ്യണം, അർച്ചനം ചെയ്യണം, വന്ദനം ചെയ്യണം. ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്ന രീതിയിൽ ഈ ലോകത്തെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അവസാനം തന്നെ ഭഗവാനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ കഴിയണം. ഇതാണ് ഉത്തമമായിട്ടുള്ള ജീവിതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹിരണ്യകശിപുവിന് ഇത്തവണ ചിരിയൊന്നുമല്ല വന്നത്, സഹിച്ചില്ല. തന്റെ ശത്രുവിന്റെ അപദാനങ്ങളാണ് തന്റെ പുത്രൻ ഒരു പേടിയില്ലാതെ മടിയിൽ ഇരുന്നിങ്ങനെ പാടണത്. സഹിച്ചില്ല, വലിച്ചെറിഞ്ഞു. മുമ്പിൽ നിൽക്കേണ്ട ചണ്ടാവർക്കന്മാര് അവരോട് ചോദിച്ചു, ബ്രഹ്മബന്ധോ കിമേതത്തെ വിവക്ഷം ശേതാസത, നിങ്ങൾ എന്താണ് ഈ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്? എന്റെ ശത്രുവിന്റെ അപദാനങ്ങളാണോ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്? എന്താണ് ഇവൻ പറയണത്? അവര് പേടിച്ചു. അവര് പറഞ്ഞു, ഇത് ഞങ്ങൾ പഠിപ്പിച്ചതല്ല, ഞാനോ ഇവനോ പഠിപ്പിച്ചതല്ല, വേറെ ആരും പഠിപ്പിച്ചതല്ല, നൈസർഗികീയം, ഇവന് എങ്ങനെയോ ജന്മനാ കിട്ടിയിരിക്കുന്നതാണ്. അപ്പോ ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിച്ചു, എങ്ങനെയാണ് നീ പറയും, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ ഉള്ള അറിവുണ്ടായത്? ആരാണ് നിനക്കിതൊക്കെ പറഞ്ഞു തരുന്നത്? അപ്പൊ പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ, അച്ഛന്റെ ഈ ഒരു വൈരബുദ്ധി കളയും. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അച്ഛന് മനസ്സിലാവില്ല. യഥാ അന്ധൈരുപനീയമാനാഹ, അച്ഛനെ പോലുള്ളവര് കണ്ണുപൊട്ടന്മാരാണ്, കണ്ണ് കാണാത്തവരാണ്. ആ കണ്ണ് കാണാത്ത അച്ഛൻ എന്ത് പറയുന്നു? വേറെ കുറെ കണ്ണ് കാണാത്ത ആൾക്കാരോട് ഞാൻ വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നയിക്കുകയാണ്. ഇതാണ് അച്ഛൻ ചെയ്യണത്. അതുകൊണ്ട് അച്ഛനോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛാ, ഈ വിഷ്ണു എല്ലാവരുടെയും ബന്ധുവാണ്. ആ വിഷ്ണുവിനെ ഭജിക്കുകയാണ് വേണ്ടത്. സഹിക്കാൻ കഴിഞ്ഞില്ല ഹിരണ്യകശിപുവിന്. ഹിരണ്യകശിപു ആ പ്രഹ്ലാദനെ വലിച്ചെറിഞ്ഞു. ഇനി എനിക്ക് ഇങ്ങനൊരു പുത്രനില്ല, ഇവനെ ഏത് പ്രകാരത്തെങ്കിലും കൊല്ലണം, ഇല്ലെങ്കിൽ ഇവൻ ഇനി ജീവിച്ചു കഴിഞ്ഞാൽ
എല്ലാവർക്കും പ്രശ്നമാണ്, അസുരന്മാർക്കൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇവനെ കൊല്ലണം. ഇതാണ് അസുരന്മാരിത് കേൾക്കേണ്ട താമസം. അവർക്ക് ഇതാണല്ലോ ഇഷ്ടപ്പെട്ട വിനോദം. അങ്ങനെ പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടി പലതരത്തിൽ അവർ ശ്രമിക്കുകയാണ്. മലയിൽ നിന്ന് എറിഞ്ഞു കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. പ്രഹ്ലാദൻ എപ്പോഴും പ്രഹ്ലാദന്റെ ചുണ്ടിലും മനസ്സിലും ഭഗവാന്റെ നാമം, ഭഗവാന്റെ രൂപം, ഇതല്ലാതെ വേറൊന്നുമില്ല. ഭഗവാൻ എപ്പോഴും പ്രഹ്ലാദൻ എപ്പോഴും ഭഗവത് സ്മരണയോടുകൂടി ഓരോ ആപത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. സമുദ്രത്തിൽ കെട്ടിത്താത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രഹ്ലാദനെ വീണ്ടും കരക്കി കാണാം. തീയിലിട്ട് ചുട്ടുകൊല്ലാൻ നോക്കി. പ്രഹ്ലാദൻ അത്ഭുതകരമായിട്ട് നാമം ജപിച്ചുകൊണ്ട് ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ, ആ തീയിൽ നിന്ന് ഒരു പൊള്ളൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. ഭക്ഷണം കൊടുക്കാതെ കുറെ നാൾ ഇട്ടു നോക്കി. പട്ടിണിക്കിട്ട് കൊല്ലാം എന്ന് വിചാരിച്ചു, പറ്റിയില്ല. എന്നാൽ വിഷം കൊടുത്തു കൊല്ലാം എന്ന് വിചാരിച്ചു. കയാധുവിനോട്, അമ്മയോട് തന്നെ പറഞ്ഞു, വിഷം കൊടുക്കാൻ പറഞ്ഞു. വിഷം കൊടുത്തിട്ടും മരിക്കണില്ല. ഇങ്ങനെ അനേക പ്രകാരത്തിൽ കൊല്ലാൻ നോക്കുകയാണ്. അവിടെയൊക്കെ പ്രഹ്ലാദൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ്. ഹിരണ്യകശിപുവിന് ചിന്തയായി, താൻ നേടിയ വരം ഇപ്പോ മകനാണോ ഫലിക്കണത് എന്ന സംശയം ഹിരണ്യകശിപുവിന്റെ. അങ്ങനെ ചിന്താവിഷ്ടനായിരിക്കുന്ന ഹിരണ്യകശിപുവിന്റെ അടുത്ത് ഷണ്ടാമർക്കന്മാർ വന്ന് പറഞ്ഞു, അങ്ങക്ക് ഇത് യോജിക്കില്ല. അങ്ങയുടെ ആ പുരികക്കൊടിയുടെ ചലനം കൊണ്ട് സകല ലോകങ്ങളെയും നിലയ്ക്ക് നിർത്തുന്നയാളാണ്. അങ്ങ് എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഞങ്ങളുടെ ഗുരുനാഥൻ ശുക്രമഹർഷി അധികം താമസിയാതെ വരും. അതുവരെ ഞങ്ങൾ ഈ പ്രഹ്ലാദനെ ആശ്രമത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കാം. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഒരു വഴി കാണും, ഉറപ്പാണ്. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ പ്രഹ്ലാദനെ അവർ കൊണ്ടുപോയി ആശ്രമത്തിൽ കൊണ്ടുപോയി ബന്ധിച്ചു. അവര് വീണ്ടും ഈ അസുരവിദ്യകൾ ഇങ്ങനെ കുറേ പറഞ്ഞ് കുറേ കേട്ടാലെങ്കിലും മാറ്റം വരും എന്ന പ്രതീക്ഷയിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരിക്കൽ ഈ ഷണ്ടാമർക്കന്മാര് കുറച്ച് അകലെ എവിടേക്കോ പോയ സമയത്ത് അസുരൻ ബാലന്മാരും മറ്റുള്ളവരുണ്ട്. അവർക്ക് പ്രഹ്ലാദനോട് വലിയ താല്പര്യമുണ്ട്. അപ്പൊ പ്രഹ്ലാദനോട് അവര് വന്ന് ചോദിച്ചു, പ്രഹ്ലാദ, അച്ഛനെ അനുസരിക്കല്ലേ വേണ്ടത്? അച്ഛൻ പറഞ്ഞത് കേൾക്കാത്ത കുട്ടികള് ചീത്ത കുട്ടികളെന്നല്ലേ കേട്ടേക്കണത്? അച്ഛൻ പറഞ്ഞത് അനുസരിച്ചാൽ പ്രഹ്ലാദന് ഈ വക വല്ല ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരുമോ? കുറെ ആപത്തുകളായില്ലേ പ്രഹ്ലാദൻ അനുഭവിക്കുന്നു. അതുകൊണ്ട് എന്തിനാണ് ഇനിയിപ്പോ പ്രഹ്ലാദനെ നാമം ജപിക്കണം, ഭഗവാനെ ഭജിക്കണമെങ്കിൽ കുറെ വയസ്സായിട്ടാവാലോ, എന്തിനാ ഇപ്പൊ അച്ഛൻ പറയണത് അനുസരിക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പ്രഹ്ലാദന്റെ ഗംഭീരമായിട്ടുള്ള ഉപദേശം, അല്ലയോ കുട്ടികളെ, സഹോദരന്മാരെ, ഈ ആയുസ് എത്രയുണ്ട്? ആയുസ് പരമാവധി മനുഷ്യന് 100 വയസ്സ് എന്നാ പറയാ. ഇതിൽ 50 വർഷം രാത്രിയായിട്ട് പോയി. അതായത് 50 പകുതി കഴിഞ്ഞു, 50 ഉള്ളൂ ബാക്കി കയ്യില്. അതിലൊരു 10-20 വർഷം കുട്ടിക്കാലം, പഠനം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അവസാനത്തെ 80 മുതൽ 100 വരെ ആയുസുണ്ടെങ്കിലും വലിയ ശക്തിയൊന്നും ഉണ്ടാവില്ല. തനിക്ക് വേണമെന്നുള്ളത് തനിക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ 20 പോയി, ബാക്കി 10 വർഷമാണ് യൗവനം കയ്യിലുള്ളത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റണത്. ആ സമയത്തുണ്ടോ ഭഗവാനെ ഭജിക്കാൻ തോന്നുന്നു? സാധാരണ യൗവന കാലത്ത് എന്താണ്? കല്യാണം കഴിക്കുക, കഥം പ്രിയായ അനുകമ്പിതായ സംഗം രഹസ്യം, ഇതൊക്കെയാണ്. വിവാഹം കഴിക്കുക, അവളോടുകൂടി ഇങ്ങനെ സുഖങ്ങൾ അനുഭവിക്കുക, കുട്ടിയുണ്ടായാൽ കളാക്ഷരാണാം അനുരക്ത ചിത്ത, ഇങ്ങനെയൊക്കെയാണ്. ആ കുട്ടിയെ കളിപ്പിക്കുക, ആ കുട്ടിയുടെ ആദ്യ വാക്കുകളൊക്കെ ഇങ്ങനെ കേട്ട് ആനന്ദിക്കുക, ഇങ്ങനെയൊക്കെയല്ലേ ലൗകികന്മാർ ചെയ്യുക. ആ സമയത്ത് ഭഗവാനെ ഭജിക്കുമോ? അതുകൊണ്ട് പിന്നെയാവാം എന്ന് വിചാരിച്ചാൽ ഇതൊന്നും നടക്കാൻ പോലില്ല. എത്രയും വേഗം കൗമാരാചരേൽ പ്രാജ്ഞ, കുട്ടിക്കാലത്ത് തുടങ്ങണം എന്നാണ് പ്രഹ്ലാദൻ പറയണത്. അല്ലാതെ നാളെ ആവാം എന്ന് മാറ്റി വെക്കേണ്ടതല്ല ഭഗവത് ഭജനം. നിങ്ങൾ ഭഗവാനെ ഭജിച്ചാലുള്ള പ്രയോജനം എന്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എത്ര ആപത്തിൽ എന്നെ പെടുത്തി, പക്ഷെ ഞാൻ അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടില്ലേ? എങ്ങനെ രക്ഷപ്പെട്ടത്?
ഭഗവാനാണ് എന്നെ രക്ഷിച്ചത്. അതുകൊണ്ട് ആരാണോ ഭഗവാനെ ആശ്രയിക്കുന്നത് അവരെ ഭഗവാൻ തീർച്ചയായിട്ടും രക്ഷിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളൂ, ആരെയും പേടിക്കേണ്ടതില്ല, ഭഗവാൻ നിങ്ങളെ രക്ഷിക്കും, ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടികൾക്ക് നല്ല ശ്രദ്ധയുണ്ടായി. കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്നും അറിയാൻ സാധിച്ചിട്ടില്ലല്ലോ, പ്രഹ്ലാദൻ എങ്ങനെയാ അറിയാൻ സാധിച്ചത്? പ്രഹ്ലാദൻ പറഞ്ഞു, പണ്ട് അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ തപസ്സരായിട്ട് പോയിക്കായിരുന്നു. അന്ന് എൻ്റെ അമ്മയെ ഉപദ്രവിക്കാൻ വേണ്ടി ദേവന്മാർ ശ്രമിച്ചു. നാരദ മഹർഷിയാണ് എൻ്റെ അമ്മയെ രക്ഷിച്ചത്. അമ്മയെ സംരക്ഷിച്ചു നാരദ മഹർഷി തൻ്റെ ആശ്രമത്തിൽ. അങ്ങനെ അമ്മയ്ക്ക് ഉപദേശിക്കുന്ന രീതിയിൽ കുറെ ഭഗവത് കഥകളും ഭഗവത് തത്വങ്ങളൊക്കെ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തപ്പോൾ അതൊക്കെ ഗർഭത്തിലിരുന്ന് ഞാൻ ശ്രമിച്ചു. അമ്മ അത് മറന്നുവെങ്കിലും എനിക്ക് ആ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് അത് ഇപ്പോഴും എപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഭഗവാനെ ഒരിക്കലും മറക്കുന്നില്ല. ഇതാണ് ആ പ്രഹ്ലാദന്റെ കഥ. പ്രഹ്ലാദൻ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ആ ഭഗവാന്റെ നാമം ചൊല്ലി നമുക്ക് ആനന്ദത്തോടു കൂടി കഴിയാം എന്ന് പറഞ്ഞ് അവരൊക്കെ കൂടി ഒരുമിച്ച് സമൂഹമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. ഭജനയൊക്കെ ചൊല്ലി ഇങ്ങനെ നല്ല ഗംഭീരമായിട്ട് ആനന്ദിക്കുക. ഈ സമയത്ത് ഇത് കേട്ടുകൊണ്ടാണ് ഷണ്ടാവർക്കന്മാർ വരുന്നത്. അവർക്ക് വലിയ പേടിയായി. ഒരുത്തരെ നേരെയാക്കാൻ നോക്കിയിട്ട് ഇപ്പൊ എല്ലാം ഇങ്ങനെയായി. ഒന്ന് കണ്ണു തെറ്റിയപ്പോഴേക്കും അവര് വേഗം ഹിരണ്യകശിപുവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. ഹിരണ്യകശിപുവിന് കോപിച്ച് പറഞ്ഞു. ഹിരണ്യകശിപു എവിടെ അവൻ എന്ന് ചോദിച്ചു. പ്രഹ്ലാദനെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പ്രഹ്ലാദനെ പിടിച്ചു കൊണ്ടുവന്നു. ഹിരണ്യകശിപു ചോദിക്കുകയാണ്, നിനക്ക് പേടിയില്ലേ? സകല ആളുകളും എന്നെ പേടിച്ചിട്ട് വിഷ്ണു എന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ എന്തെങ്കിലും ഒരു നാമം ചൊല്ലാൻ മടിക്കുന്നു. ആരാണ് നിന്റെ ധൈര്യം? ആരാണ് നിന്റെ ബലം? എവിടുന്നാണ് നിനക്ക് ഈ ഒരു ബലം കിട്ടണത്? അപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛനുള്ള ബലം തന്നെയാണ് എനിക്കും. അച്ഛൻ ആരാണോ ഈ അലറാൻ ബലം തരുന്നത് അയാൾ തന്നെയാണ് എനിക്ക് നാമം ജപിക്കാനും ബലം തരുന്നത്. ഇവിടെ രണ്ട് ബലമൊന്നുമില്ല, ഒന്നേ ഉള്ളൂ, ഒരേ ഭഗവാനാണ് എല്ലാവരുടെയും ബലം എന്നൊക്കെ പറഞ്ഞു. നീ ഇങ്ങനെ കുറെ നാളായാലോ ഇങ്ങനെ പറയൂ, ഭഗവാൻ ഭഗവാൻ, എല്ലായിടത്തും ഉള്ള ഭഗവാൻ. എവിടെ എല്ലായിടത്തും? എവിടെയാണ് നിന്റെ ഭഗവാൻ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഹിരണ്യകശിപു വൈകുണ്ഠം വരെ പോയി നോക്കിത്രേ, കണ്ടില്ല എന്നാണ്. വൈകുണ്ഠത്തിൽ പോയി കൊല്ലാനാണ്, കണ്ടില്ല എന്നാണ്. എന്താ കാരണം? ഹിരണ്യകശിപുവിന്റെ ഉള്ളിലേക്ക് ഭഗവാൻ ഒളിച്ചു എന്നാണ്. ഹിരണ്യകശിപു പുറത്തേ നോക്കിയുള്ളൂ, അകത്ത് നോക്കിയില്ല. അങ്ങനെ പ്രഹ്ലാദനോട് ചോദിച്ചു, ഞാൻ കണ്ടിട്ടില്ല, ഈ വൈകുണ്ഠത്തിലുണ്ടെന്നാ പറയണത്, പക്ഷെ വൈകുണ്ഠത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. എവിടെയാ നിന്റെ ആ വിഷ്ണു എന്ന് ചോദിക്കുമ്പോ ഞാൻ സർവത്ര എന്നാണ് പ്രഹ്ലാദന്റെ ഉത്തരം. എന്നാ ഈ തൂണിലുണ്ടോ എന്നായി ഹിരണ്യകശിപു. ഒരു ഇടി തൂണില്, ഈ തൂണിലുണ്ടോ എന്നാണ്. പ്രഹ്ലാദൻ പറഞ്ഞു, ഓ ഉണ്ടല്ലോ, എനിക്ക് കാണാനില്ലല്ലോ. ഹിരണ്യകശിപു, ഞാൻ കാണുന്നു ദൃശ്യതേ എന്നാണ്. ഹിരണ്യകശിപുവിന് സഹിച്ചില്ല. അങ്ങനെ ഉണ്ടോ? എന്നാ ഇത് പൊളിച്ചു നോക്കിയിട്ട് തന്നെ കാര്യം. ആ മുഷ്ടി കൊണ്ടൊരു ഇടി. അപ്പോഴേക്കും അണ്ടകടാഹം ഇറക്കുമാറ് അലർച്ചയോടുകൂടി ഭഗവാന്റെ നരസിംഹ അവതാരം. താഴേക്ക് മനുഷ്യരൂപം, മുകളിലേക്ക് സിംഹമായിട്ട്. എല്ലാവരും പേടിച്ചു. ബ്രഹ്മാവ് വരെ സത്യലോകത്ത് നിന്ന് മറിഞ്ഞു വീണു എന്നാണ് ആ അലർച്ച കേട്ട്. ഭൂമി മുഴുവൻ കുലുങ്ങി. ഹിരണ്യകശിപു ഒരടി പിന്നാക്കം വെച്ചു. ഓടിയൊന്നുമില്ല, ബാക്കിയുള്ളവരൊക്കെ ഓടി. പ്രഹ്ലാദൻ മാത്രം ഒരു ഭയവുമില്ലാതെ അതിങ്ങനെ നല്ലോണം കണ്ടുനിന്നു. ഗംഭീരമായിട്ട് യുദ്ധമൊന്നും വേണ്ടി വന്നില്ല. ഹിരണ്യകശിപു, ഇതാണല്ലേ നിന്റെ ഭഗവാൻ? ഇപ്പൊ പുതിയ വേഷത്തിലാണ്. പണ്ട് എന്റെ സഹോദരനെ കൊന്നത് വരാഹമായിട്ട് അവതരിച്ചിട്ടാണ്, വേറൊരു വേഷം. ഇപ്പൊ പുതിയ വേഷം, സിംഹവുമല്ല മനുഷ്യനുമല്ല, രണ്ടു കൂടിയ ഒരു രൂപം, നൃസിംഹരൂപം, നൃമൃഗേന്ദ്രരൂപം എന്നാണ്. യുദ്ധത്തിനായിട്ട് ചെന്നു. ഹിരണ്യകശിപു ഗദയുമെടുത്ത് കുറച്ചു നേരം ഭഗവാൻ ഹിരണ്യകശിപുവുമായിട്ട് ഒരു കളി എന്ന വണ്ണം യുദ്ധം ചെയ്തു.
പിന്നീട് ഒരലർച്ച ഹിരണ്യകശിപുവിന്റെ ചവിട്ടിൽ സപ്തനാടികളും തളർന്നു. ആ ഹിരണ്യകശിപുവിന്റെ ശരീരം മടിയിലെടുത്തു വെച്ച് എല്ലാ വരങ്ങളും സത്യമാക്കി തീർത്തുകൊണ്ട് ഉമ്മറപ്പടിയിൽ ഇരുന്നു കൊണ്ട് സന്ധ്യാസമയത്ത് ആ ആയുധവുമാണ് എന്ന രീതിയിൽ നഖായുധം കൊണ്ട് ഹിരണ്യകശിപുവിന്റെ മാറു പിളർന്ന് ആ കുടൽമാല പുറത്തെടുത്ത് കഴുത്തിലിട്ടു. ചോര ഇങ്ങനെ കുടിക്കാൻ തുടങ്ങി. അവസാനം ജഡം വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ഭഗവാൻ അവിടെ ഇങ്ങനെ ധീരരൂപത്തിലിരിക്കുമ്പോ ബ്രഹ്മാദി ദേവന്മാര് ഭഗവാന്റെ കോപമടക്കാൻ വേണ്ടി മാറി മാറി സ്തുതിച്ചു. ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ തുടങ്ങി സകല ആളുകളും കോപമടക്കിയില്ല. അവസാനം ബ്രഹ്മാവ് ഭാര്യയെ കണ്ടാൽ കോപമടക്കും വിചാരിച്ചു ലക്ഷ്മി ദേവിയെ വിളിച്ചു കൊണ്ടുവന്നു. ലക്ഷ്മി ദേവി ഇവിടെ വന്നു. പക്ഷെ ഒന്ന് നോക്കിയപ്പോഴേക്കും ഇതെന്റെ ഭർത്താവൊന്നുമല്ല എന്ന് പറഞ്ഞ് ഓടിപ്പോവാനുണ്ടായി. അവസാനം ബ്രഹ്മാവ് പ്രഹ്ലാദനോട് പറഞ്ഞു, നീ സ്തുതിക്കൂ, തീർച്ചയായിട്ടും ഭഗവാൻ സന്തോഷിക്കും, ശാന്തനാവും എന്ന് പറഞ്ഞു. അങ്ങനെ പ്രഹ്ലാദൻ വീണ് നമസ്കരിച്ച് സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ഭഗവാൻ ശാന്തനായി തീർന്നു, സന്തോഷിച്ച് പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് നരസിംഹാവതാര കഥ. നമ്മൾ ആ നരസിംഹാവതാരം രംഗം നമ്മളിപ്പോൾ അടുത്ത അധ്യായത്തിൽ വായിച്ച് ഹിരണ്യകശിപുവിന്റെ വധം വരെയുള്ള മറ്റ് ദേവന്മാരുടെ സ്തുതികളൊക്കെ ആയിട്ട് സമർപ്പിക്കും. പ്രഹ്ലാദ സ്തുതി നമുക്ക് നാളെ രാവിലെ കേൾക്കാം. ഇപ്പോൾ നരസിംഹാവതാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അഥ അഷ്ടമോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരദ ഉവാച അഥ ദൈത്യസുതാ സർവേ ശ്രുത്വാ തദനുവർത്തിതം ജഗൃഹുർനിരവധ്യത്വാം നൈവ കുർവനുശിക്ഷിതം അഥാചാര്യസുതസ്തേഷാം ബുദ്ധിമേകാന്ത സംസ്ഥിതാം ആലക്ഷ്യ ഭീതസ്ത്വരിതോ രാജ്ഞാ വേദയദ്യഥാ ശ്രുത്വാ തദപ്രിയം ദൈത്യോ ദുസ്സഹന്തരയാലയം കോപാവേശലൽഗാത്രപുത്രം ഹന്തും മനോദധേ ക്ഷിപ്വാ പരുഷയാ വാചാ പ്രഹ്ലാദമതദർഹണം ആഹേക്ഷമാണ പാപേന തിരശ്ചീനേന ചക്ഷുഷാ പ്രശ്രയാവനതം ദാന്തം ബദ്ധാഞ്ജലിമവസ്ഥിതം സർപ്പപദാഹദൈവാശ്വസൻ പ്രകൃതിദാരുണ ഹേ ദുർവിനീതാ മന്ദാത്മൻ കുലഭേദകരാധമ സ്തബ്ധം മച്ഛാസുനോദ്ഭൂതം നേഷ്യേ ത്വാദ്യമക്ഷയം ക്രുദ്ധസ്യ കമ്പം നേത്രയോ ലോകാ സഹേശ്വരാ തസ്യ മേ ഭീതവൻ മൂഢാശാസനം കിം ബലോത്യഗാ. പ്രഹ്ലാദ ഉവാച ന കേവലം മേ ഭവതശ്ച രാജം സവൈബലം ബലിനാം ചാപരേഷാം പരേവരേമീ സ്ഥിരജംഗമായേ ബ്രഹ്മാദിയോ യേന വശം പ്രണീത സ ഈശ്വരകാലോ രുക്രമോസാവോജസ്സഹ സത്വബലേന്ദ്രിയാത്മാ സേവ വിശ്വം പരമസ്തു ശക്തിഭിസ്സൃജത്യവത്യത്തി ഗുണത്രയേശ ജഹ്യാസുരം ഭാവം ഇമം ത്വമാത്മന സമം മനോധസ്വന സന്തി വിദ്വിഷാം ഹൃദയജിതാദാത്മന ഉൽപഥസ്ഥിതാൽ തദ്ധിക്യനന്ദസ്യ മഹൽസമർഹണം ദസ്യോൻ പുരാഷണ്ണ വിജിത്യ ലുംബതോ മന്യന്തയേ കേ സ്വജിതാദിശോ ദിശ ജിതാത്മനോജ്ഞസ്യ സമസ്യ ദേഹിനാം സാധോ സ്വമോഹ പ്രഭവാകുലപരേ. ഹിരണ്യകശിപുരുവാച വ്യക്തം ത്വം അർത്തുകാമോസി യോതിമാത്രം വികഥസേ മുമൂർഷൂണാം ഹിമന്താത്മൻ തനുസ്യുൽ വിപ്ലവാഗിരാം യസ്ത്വയാമന്ദഭാഗ്യോക്തോ മദന്യോ ജഗദീശ്വര ക്വാസൗ യദി സ സർവത്ര അകസ്മാൽ സ്തംഭേന ദൃശ്യത്തെ സോഹം വിഗദ്ധമാനസ്യ ശിരക്കായാദ്ധരാമിതേ ഗോപായേത ഹരിസ്ത്വാദ്യയസ്തേ ശരണമീപ്സിതം ഏവം ദുരുക്തൈർമുഹുരർദ്ധേന്ദുഷാ സുതം മഹാഭാഗവതം മഹാസുര ഖൽകം പ്രഗൃഹ്യോൽപതിതോ വരാസനാൽ സ്തംഭം തഥാടാത്മനസ്സു മുഷ്ടിനാ തദൈവ തസ്മിൻ നിനദോതി ഭീഷണോ ബഭൂവയേനാണ്ഡകടാഹമസ്ഫുടൽ യം വൈ സുധിഷ്ണോപഗതം ത്വജാദയാ ശ്രുത്വാ സുധാമാപ്യയമംഗമേ നിരേ സവിക്രമൻ പുത്രവധേത്സുരോജസ നിശമ്യ നിർഹ്രാദമപൂർവമത്ഭുതം അന്തസ്സഭായാം ന ദദർശതൽപദം വിതത്ര സുജ്യേന സുരാരിയൂഥപാഃ സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മന അദൃശ്യതാത്യത്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ 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 ഹരേ നാരായണ
ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ സർവത്ര ഗോവിന്ദ കീർത്തനം സസത്വമേനം പരിതോപി പശ്യൻ സ്തംഭസ്യ മധ്യാതനം നിർത്തിഹാനം നായമൃഗോ നാപിതരോ വിചിത്രമഹോക്യുമേതന്ത്രമൃഗേന്ദ്രരൂപം മീമാംസമാനസ്യ സമുത്ഥിതോഗ്രതോ നൃസിംഹരൂപസ്ഥതലം ഭയാനകം പ്രതപ്തജാമീകരചണ്ഡലോചനം സ്ഫുരൽ സദാ കേസര ഗൃംഭിദാനനം കരാളദംഷ്ടം കരവാള ചഞ്ചലക്ഷുരാന്തജിഹ്വം ഭൃഗുടീമുഖോൽപണം സ്തബ്ധോർധ്വകർണം ഗിരിഗന്ധരാത്ഭുതവ്യാത്താസ്യ നാസം ഹനുഭേദഭീഷണം ദിവിസ്പൃശൽക്കായമദീർഘപീവരഗ്രീവോരു വക്ഷസ്ഥലമൽപമധ്യമം ചന്ദ്രാംശു ഗൗരൈസ്ഫുരിതം കനൂരുഹൈർഭുജാനീകശതം നഖായുധം ദുരാസുതം സർവനിചേതരായുധ പ്രവേക നിദ്രാവിത ദൈത്യദാനവം പ്രായേണ മേയം ഹരിണോരുമായിന വധസ്മൃതോനേന സമുദ്യതേന കിം ഏവം ധ്രുവം സ്ത്വഭ്യപദർഗദായുധോ നദൻ നൃസിംഹം പ്രതി ദൈത്യകുഞ്ചര അലക്ഷിതോക്നൗപതിത പതംഗമോ യഥാ നൃസിംഹൗജസി സോസുരസ്തജാ നതദ്വിചിത്രം ഖലു സത്വധാമനി സ്വതേജസായോ ന പുരാവിഭക്തമാ തതോഭിമദ്യാഭ്യാനൻ മഹാസുരാ തൃഷാ നൃസിംഹം ഗദയോരുവേഗയാ തം വിക്രമന്തം സഗജം ഗജാധരോ മഹോരകം താർക്ഷ്യസുതോ യഥാഗ്രഹീൽ സദസ്യ ഹസ്തോൽക്കലിതസ്തദാസുരോ വിക്രീഡതോ യദ്വദഹിർഗരുത്മദാൻ അസാധ്വന്യന്ത ഹൃതൗകസോമര ഘനച്ഛദാ ഭാരത സർവധിഷ്ണ്യമാ തം മന്യമാനോ നിജവീര്യസംഗീതം യദ്ഹസ്തമുക്തോ നൃഹരിം മഹാസുര പുനസ്തമാസജ്ജത ഖൽഗജർമ്മണി പ്രഗൃഹ്യ വേഗേന ചിതശ്രമോ മൃധേ തം ശേന വേഗം ശതചന്ദ്രവത്മഭി ചരന്തമച്ഛിദ്രമുപര്യഥോ ഹരി കൃത്വാട്ടഹാസം ഖരമുത്സ്വനോൽപണം നിമീലിതാക്ഷം ജഗൃഹേ മഹാജവാൻ വിശ്വസ്ഫുരന്തം ഗ്രഹണാതുരം ഹരിവ്യാളോ യഥാഖും ഹത്കുലിശാക്ഷതത്വജം ദ്വാരൂരാപാത്യ ദധാരലീലയാ നഖൈര്യഥാഹിം ഗരുഡോ മഹാവിഷം സംരംഭ ദുഷ്പ്രേക്ഷകരാളലോചനോ വ്യാത്താനനാന്തം വിലിഹം സ്വജിഹ്വയാ അസഗ്ലവാക്താരുണ കേസരാനനോ യഥാന്ത്രമാലി വിഭഹത്യയാ ഹരി നഖാങ്കുരോൽപാടിത ഹൃത്സരോരുഹം വിസൃജ്യ തസ്യാനുചരാനുദായുധാൻ അഹൻ സമന്താൻ നഖശസ്ത്രപാർഷ്ണിഭി ദോർദണ്ഡയൂഥോനുപഥാൻ സഹസ്രശാൻ സടാവധൂതാ ജനതാ പരാപതൻ ഗ്രഹാസ്തദൃഷ്ടി വിമുഷ്ടരോജിഷ അംഭോധയശ്വാസഹതാ വിചുക്ഷുഭു നിർഹ്രാദഭീതാദിഗിഭാവിചുക്ഷുഷു ദ്യൗസ്തടോൽക്ഷിപ്ത വിമാനസങ്കുല പ്രോത്സർപ്പദക്ഷ്മാചപദാദിപീഡിത ശൈലാസമുൽപേതുരമുഷ്യരംഹസ തത്തേജസാ ഖം കകുഭോദരോദസിഗ്ന രേജിരേ തതസഭായാമുപവിഷ്ടമുത്തമേ നൃപാസനേ സംവൃത തേജസം വിഭും അലക്ഷിതദ്വൈരഥമത്യമർഹണം പ്രചണ്ഡവക്രം നവഭാജ കശ്ചന നിശമ്യ ലോകത്രയമസ്തകജ്വരം തമാതിദൈത്യം ഹരിണാഹതം വൃഥേ പ്രഹർഷവേഗോൽക്കലിതാനനാമുഹു പ്രസൂനവർഷേർവൃഷു സുരസ്ത്രിയാൻ തദാ വിമാനാവലിഭിർനഭസ്ഥലം ദിദൃക്ഷതാം സങ്കുലമാസനാഗിനാം സുരാരകാദുഭയോധ ജഘ്നിരേ ഗന്ധർവമുഖ്യാനമൃതുർജഗുസ്ത്രിയാം തത്രോപവ്രജ്യ വിബുധ ബ്രഹ്മേന്ദ്രഗിരിശാദയാ ഋഷയപിതര സിദ്ധ വിദ്യാധരമഹോരഗ മനവപ്രജാനാം പതയോ ഗന്ധർവാപ്സരചാരണ യക്ഷാ കിംപുരുഷാസ്താന വേതാളാ സിദ്ധകിന്നരാः ते विष्णुपार्षदाः सर्वे
സുനന്ദകുമുദാദയ മൂഢനിബദ്ധാഞ്ജലികുടാ ആസീനം തീവ്രതേജസം ഈഡിരേ നരശാർദൂലം നാതിദൂരജരാ പൃഥക് ബ്രഹ്മോവാച തതോസ്മരന്തായ ദുരന്തശക്തയെ വിചിത്രവീര്യായ പവിത്രകർമ്മണേ വിശ്വസ്യ സർഗസ്ഥിതി സംയമാൻ ഗുണൈഃ സ്വലീലയാ സന്തതതേ വ്യയാത്മനെ ശ്രീരുദ്ര ഉവാച കോപകാലോ യുഗാന്തസ്തേ ഹതോയമസുരോത്പക തൽസുതം വാക്യുപസൃതം ഭക്രന്തേ ഭക്തവത്സല ഇന്ദ്ര ഉവാച പ്രത്യാനീത പരമഭവതാത്രായതാനസ്വഭാഗ ദൈത്യാക്രാന്തം ഹൃദയകമലം ത്വദ്ഗൃഹം പ്രത്യബോധി കാലഗ്രസ്തം കിയതിദമഹോ നാഥ ശുശ്രൂഷതാം തേ മുക്തിസ്തേഷാം നഹി ബഹുമതാ നാരസിംഹാപരൈഃ കിം ഋഷയ ഊചോ ത്വന്നസ്തവ പരമമാഭേദാത്മതേജോ യേനേദമാദിപുരുഷാത്മഗതം സസർജ തദ്വിപ്രയുക്തമമുനാദ്യ ശരണ്യബാല രക്ഷാഗൃഹീതവപുഷാ പുനരന്വമമുസ്ഥ ഇതര ഊചു ശ്രാദ്ധാനി നോധിബുഭുജേ പ്രസഭം തനൂജൈ ദത്താനി തീർത്ഥസമയേപ്യഭിഭക്തിലാംബു തസ്യോദരാന്നഖവിതീർണമപാത് യാർച്ചൽ തസ്മൈ നമോ നൃഹരേഖിലധർമ്മഗോത്രേ സിദ്ധാ ഊചു യോ നോ ഗതിം ലോകസിദ്ധാമസാധു അഹാരശീൽ യോഗതപോബലേന നാനാദർപ്പം തം നഖൈർദദാര തസ്മൈ തുഭ്യം പ്രണതാസ്മോ നൃസിംഹ വിദ്യാധരാ ഊചു യോ നോ ഗതിം യോഗസിദ്ധാമസാധു വിദ്യാധരാ ഊചു വിദ്യാമൃതധാരണയാനുരാദ്ധാം ന്യഷേധതജ്ഞോ ബലവീര്യതൃപ്ത സയേന സംഖ്യേ പശുവർദ്ധതസ്തം മായാനൃസിംഹം പ്രണതാസ്മ നിത്യം നാഗാ ഊചു യേന പാപേന രത്നാനി സ്ത്രീരത്നാനി ഹൃതാനി തദ്വക്ഷപാടനേനാസാം ദത്താനന്ദ നമോസ്തുതേ മനവ ഊചു മനവോ വയം തവ നിദേശകാരിണോ ഇതി ചേന ദേവ പതിഭൂതസേതവ ഭവദാഖലസ്തൗപസംഹൃത പ്രഭോ കരവാമത്തെ കിമനുഷാധികിങ്കരാൻ പ്രജാപതയ ഊചു പ്രജേശാ വയന്തെ പരേശാഭിസൃഷ്ടാ നയേന പ്രജാ വൈ സജാമോ നിഷിദ്ധാ സയേഷ ത്വയാ ഭിന്ന വക്ഷാനുഷേദേ ജഗന്മംഗളം സത്വമൂർത്തേ വദാര ഗന്ധർവാ ഊചു വയം വിഭൂതേ നടനാട്യഗായകായേനാത്മസാൽവീര്യബലൗജസാ കൃതാ സേഷ നീതോ ഭവതാ ദശാമിമാം കിമുൽപഥസ്ഥകുശലായ കൽപ്പതേ ശാരണാ ഊചു ഹരേ തവാഘ്രിപങ്കജം ഭവാപവർഗമാശ്രിത യദേശ സാധുഹൃച്ഛയസ്ത്വയാസുരസമർപ്പിത യക്ഷാ ഊചു വയമനുജരമുഖ്യാ കർമ്മഭിസ്തേ മനോജ്ഞൈ തൈഹതിസ്തേന പ്രാപിതാവാഹകത്വം സദു ജനപരിതാപം തൽകൃതം ജാനതാ തേ നരഹര ഉപനീതം പഞ്ചതാം പഞ്ചവിംശ കിം പുരുഷാ ഊചു വയം കിം പുരുഷാസ്ത്വം തു മഹാപുരുഷ ഈശ്വര അയം കുപുരുഷോ നഷ്ടോ ധിക്രത സാധുഭിര്യദാ വൈതാളികാ ഊചു സഭാസു സത്രേഷു തവാമലം യശോ ഗീത്വാ സപദ്യാം മഹതീം ലഭാമഹേ യസ്താം ജനൈശീൽ ഭൃശവേഷ ദുർജനോ ദിഷ്ട്യാ ഹതസ്തേ ഭഗവന്യഥാ മയ കിന്നരാ ഊചു വയമീശ കിന്നരഗണാസ്തവാനുഗാദിജേന വിഷ്ടിമമുനാനുകാരിതാ ഭവതാ ഹരേ സമൃജിനോപസാദിതോ നരസിംഹ നാഥ വിഭവായ നോ ഭവ വിഷ്ണുപാർഷദ ഊചു അദ്വൈതധരിതരൂപം അദ്ഭുതം തേ ദൃഷ്ടം ന ശരണത സർവലോക ശർമ്മ സോയം തേ വിധികര ഈശ വിപ്രസപ്തസ്തസ്യേദം നിധനമനുഗ്രഹായ വിദ്മ ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ പ്രഹ്ലാദാനുചരിതേ ദൈത്യരാജവധേ നൃസിംഹസ്തവോ നാമ അഷ്ടമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. Hare Rama
ഹരേ കൃഷ്ണ 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 ഹരേ. സ്തംഭം പിളക്കുന്ന ഹുങ്കാര ശബ്ദം ദിഗന്ധം നടുങ്ങുന്ന ദുന്ദുഭീനാദം ശതകോടി സൂര്യന്മാരെയും ത്രിനേത്രം ചുടുനിടം തേടുന്ന ചുരികപോൾ നാവ്. സ്തംഭം പിളക്കുന്ന ഹുങ്കാര ശബ്ദം ദിഗന്ധം നടുങ്ങുന്ന ദുന്ദുഭീനാദം ശതകോടി സൂര്യന്മാരെയും ത്രിനേത്രം ചുടുനിടം തേടുന്ന ചുരികപോൾ നാവ്. മരണം വിളങ്ങുന്ന നിക്രൂരദംഷ്ടം പ്രളയാതി ചുഴിതീർത്ത ജലതടാകേസരം പ്രകരണം തേറുന്നൊരഷ്ടഭുജങ്ങൾ ആകാശസീമയ്ക്കനന്തമാം ദേഹം ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം. ഓം നരസിംഹരൂപായ നമഃ. ഓം ഉഗ്രസിംഹരൂപായ നമഃ. ഓം രണസിംഹരൂപായ നമഃ. ഓം കാലസിംഹരൂപായ നമഃ. ഓം രൗദ്രസിംഹരൂപായ നമഃ. നരനല്ല മൃഗമല്ല നരസിംഹരൂപം രാവല്ല പകലല്ല നിറസന്ധ്യ നേരം അകമല്ല പുറമല്ല ഉമ്മരപ്പടിയിൽ പിന്നല്ല മണ്ണല്ല തിരുമടിത്തട്ടിൽ നരനല്ല മൃഗമല്ല നരസിംഹരൂപം രാവല്ല പകലല്ല നിറസന്ധ്യ നേരം അകമല്ല പുറമല്ല ഉമ്മരപ്പടിയിൽ പിന്നല്ല മണ്ണല്ല തിരുമടിത്തട്ടിൽ. ദൈത്യന്റെ പ്രാണനിൽ ആ നഗരജാലം കുടമാലരുയവും അണിയുന്ന രൂപം ബ്രഹ്മാണ്ട സത്യങ്ങൾ കാക്കുന്ന ദേവൻ ഭക്തന്റെ രക്ഷയ്ക്ക് നിമിഷാർത്ഥ നേരം. ആ ദിവ്യദർശനം പ്രഹ്ലാദ പുണ്യം ആ ദിവ്യദർശനം പ്രഹ്ലാദ പുണ്യം ആ ദിവ്യദർശനം പ്രഹ്ലാദ പുണ്യം ആ ദിവ്യദർശനം പ്രഹ്ലാദ പുണ്യം ആ ദിവ്യദർശനം പ്രഹ്ലാദ പുണ്യം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ. ഹരി ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സുസ്ഥി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിമഹീശാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാളെ രാവിലെ ഗജേന്ദ്രമോക്ഷം, പാലാഴി മഥനം, വാമനാവതാര ചരിതം, പിന്നീട് സൂര്യവംശ രാജാക്കന്മാരുടെ കഥ പറയുമ്പോൾ ശ്രീരാമാവതാരം, പിന്നെ പരശുരാമാവതാരം, ബലരാമാവതാരം, ശ്രീകൃഷ്ണാവതാരം, ഇങ്ങനെ ധാരാളം കഥകളാണ്. നാളെ ഈ സമയത്ത് കൃഷ്ണാവതാരം നമുക്ക് അനുസ്മരിക്കണം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 3 ദിവസം ഭംഗിയായിട്ട് നടന്നു. ഇനിയുള്ള ദിവസങ്ങളിലും തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ തീർത്ഥം സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.